നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം ഒരു 300ഓളം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ചോദ്യം ഇതാണ്: കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് പൊതു ഇടമായിട്ട് ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താ? കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് പൊതു ഇടമായിട്ട് ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് എന്താ? എന്നിടമാണ് അല്ലെ. എന്നിടമാണ്. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് പൊതു ഇടമായിട്ട് ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? എന്നിടം എന്ന് പറയുന്നത്. ഇനി 2024 പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? പത്ര സ്വാതന്ത്ര്യ സൂചിക 2024 ഇൻഡെക്സ് പ്രകാരം പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 159-ാമതായിരുന്നു കേട്ടോ. 159-ാമതായിരുന്നു. ഇനി ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് മെയ് 25 കേട്ടോ. മെയ് 25-നാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാ? മെയ് 25-നാണ്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയിട്ട് അന്താരാഷ്ട്ര മത്സരം കളിച്ച രണ്ടാമത്തെ മലയാളി ആരാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയിട്ട് അന്താരാഷ്ട്ര മത്സരം കളിച്ച രണ്ടാമത്തെ മലയാളി വനിത ആരാ? അത് നമ്മുടെ സജ്ന സജീവനായിരുന്നു അല്ലെ. സജ്ന സജീവനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മലയാളി ആരായിരുന്നു? അത് മിന്നുമണി അല്ലെ. മിന്നുമണി ആയിരുന്നു. രണ്ടാമത്തതാണ് ആര്? സജ്ന സജീവൻ. രണ്ടുപേരും വയനാട് സ്വദേശികളാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ യുണിസെഫിന്റെ അംബാസിഡറായിട്ട് നിയമിതയായതാരാം? ഇന്ത്യയിലെ യുണിസെഫിന്റെ അംബാസിഡറായിട്ട് നിയമിതയായത് ആരായിരുന്നു? കരീന കപൂർ ആണ് അല്ലെ. കരീന കപൂർ. ഇന്ത്യയിലെ യുണിസെഫിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായതാരാ? കരീന കപൂർ ആണ്. ഇനി കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തിയിട്ട് നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് കെൽട്രോൺ നിർമ്മിച്ച പ്രതിരോധ സംവിധാനം ഏതാണ്? കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കുന്നതിനായിട്ട് കെൽട്രോൺ നിർമ്മിച്ച പ്രതിരോധ സംവിധാനം ഏതാ അറിയോ? മാരിച്ച് ആണ് കേട്ടോ. എന്താ? മാരിച്ച് ആണ്. കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തിയിട്ട് നിർവീര്യമാക്കാൻ കെൽട്രോൺ നിർമ്മിച്ച പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണെന്ത്? മാരിച്ച് എന്ന് പറയുന്നത്. ഇനി 2024 നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിൽ ജേതാക്കളായതാരാണ്? ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസൺ, അതായത് 2023-24 സീസൺ ആയിരുന്നു 10ാം സീസൺ എന്ന് പറയുന്നത്. അതിൽ ചാമ്പ്യന്മാരായത്, ജേതാക്കളായത് ആരായിരുന്നു? മുംബൈ സിറ്റി FC ആണ്. മുംബൈ സിറ്റി FC ആണ്. 2024 നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിൽ ജേതാക്കളായതാരാ? മുംബൈ സിറ്റി ആണ്. ഇനി ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? ഷെയ്ൻ വാട്സൺ ആട്ടോ. ഷെയ്ൻ വാട്സൺ ആണ്. ഷെയ്ൻ വാട്സൺ ആണ്. ആരാ ഷെയ്ൻ വാട്സൺ? ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് ആര്? ഷെയ്ൻ വാട്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത് ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. 2024 മെയ് മാസത്തിൽ ഏത് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്താണ് ശക്തമായ മഴയെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങൾ ഇടയാവുകയും നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തത്? മാസം ഓർത്തുക. 2024 മെയ് മാസത്തിൽ ഏത് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്താണ് ശക്തമായ മഴയെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങൾ ഇടയാവുകയും അതുപോലെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചത്? എവിടെയായിരുന്നു? ബ്രസീലിലായിരുന്നു കേട്ടോ. ബ്രസീലിലാണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാ? റഫീഖ് അഹമ്മദ് ആണ് കേട്ടോ. റഫീഖ് അഹമ്മദ് ആണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനായ റഫീഖ് അഹമ്മദ് ആണ്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരം ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരം ആരായിരുന്നു? ആശാ ശോഭന കേട്ടോ. ആശാ ശോഭന. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരമാണ് ആര്? ആശാ ശോഭന. ഇനി പിക്സൽ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? പിക്സൽ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതായിരുന്നു? HDFC ആട്ടോ.
HDFC ആണ്. എന്താ പറഞ്ഞത്? പിക്സൽ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വിർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാ? HDFC ബാങ്ക് ആണ്. ഇനി 70 വയസ്സിന് മുകളിലുള്ളവരുടെ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആദ്യത്തെ എഡിഷന് വേദിയാകുന്നത് എവിടെയാണ്? 70 വയസ്സിന് മുകളിലുള്ളവരുടെ ക്രിക്കറ്റ് ലോകകപ്പിന് ആദ്യത്തെ എഡിഷന് വേദിയാകുന്നത് എവിടെയാ? ഇംഗ്ലണ്ടിലാണ് കേട്ടോ, ഇംഗ്ലണ്ടിലാണ്. ഇനി 2024 കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആൻജിനോ ആദരം ലഭിച്ച മലയാളി ഛായാഗ്രഹൻ ആരാണ്? 2024 കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആൻജിനോ ആദരം ലഭിച്ച മലയാളി ഛായാഗ്രഹനാണ് സന്തോഷ് ശിവൻ കേട്ടോ, സന്തോഷ് ശിവൻ. 2024 കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആൻജിനോ ആദരം ലഭിച്ച മലയാളി ഛായാഗ്രഹനാണ് ആര്? സന്തോഷ് ശിവന്. ഇനി അടുത്തിടെ 10 വർഷത്തേക്ക് ഇന്ത്യ നിയന്ത്രണം ഏറ്റെടുത്ത ഇറാനിലെ തുറമുഖം ഏതാണ്? അടുത്തിടെ 10 വർഷത്തേക്ക് ഇന്ത്യ നിയന്ത്രണം ഏറ്റെടുത്ത ഇറാനിലെ തുറമുഖം ഏതാ? ചബഹർ ഷാഹിദ് ബെഹസ്തി തുറമുഖമാണ് കേട്ടോ, ചബഹർ ഷാഹിദ് ബെഹസ്തി തുറമുഖം. എന്താ പ്രത്യേകത? ഇനി വരാൻ പോകുന്ന 10 വർഷത്തേക്ക് അതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ ഇന്ത്യയുടെ കയ്യിലായിരിക്കും. തുറമുഖത്തിന്റെ പേര് ഓർത്ത് വെക്കുക, ചബഹർ ഷാഹിദ് ബെഹസ്തി തുറമുഖം. ഇനി 2024 വനിതാ 2020 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2024 വനിതാ 2020 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാ? ബംഗ്ലാദേശിലാട്ടോ. 2024 വനിതാ 2020 ലോകകപ്പ് നടക്കുന്നത് എവിടെയാ? ബംഗ്ലാദേശിലാണ്. ഇനി 2024 നടന്ന 30ാമത് സുൽത്താൻ അസ്ലൻ ഷാ ഹോക്കി ടൂർണമെന്റിൽ ജേതാക്കളായ രാജ്യം ഏതാ? ജപ്പാനാണ്. 2024 നടന്ന 30ാമത് സുൽത്താൻ അസ്ലൻ ഷാ ഹോക്കി ടൂർണമെന്റിൽ ജേതാക്കളായതാരാ? ജപ്പാനാണ്. ഇനി ലോകത്തിലെ തന്നെ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞയാണ് വിക്ടോറിയ ഷീ എന്ന് പറയും കേട്ടോ, വിക്ടോറിയ ഷീ. ലോകത്തിലെ തന്നെ ആദ്യത്തെ AI നയതന്ത്രജ്ഞ, ലോകത്തിലെ തന്നെ ആദ്യത്തെ AI നയതന്ത്രജ്ഞ ആരാ? വിക്ടോറിയ ഷീ ആണ്. ഇനി ഏത് രാജ്യമാണ് ഇങ്ങനെ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ഉക്രൈനാണ് കേട്ടോ, ഉക്രൈനാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ AI നയതന്ത്രജ്ഞ ആരാ? അത് വിക്ടോറിയ ഷീ ആണ്. അവതരിപ്പിച്ചതാരാ? ഉക്രൈനാണ്. ഇനി വിമാനയാത്രക്കിടയിൽ കേസിന്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡ് വിമാനയാത്രക്കിടെ കേസിന്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആര്? DY ചന്ദ്രചൂഡ്. ലോകത്തിൽ ആദ്യമായിട്ട് സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യമാണ് ബ്രിട്ടൻ. ലോകത്തിൽ ആദ്യമായിട്ട് സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാ? ബ്രിട്ടൻ ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഇത് ബ്രിട്ടൻ ആണ്. ഇനി ഏത് നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദിയാണ് മഹാഗുരുവർഷം 2024 എന്ന പേരിൽ ആചരിക്കുന്നത്? ആരതാ? ചട്ടമ്പി സ്വാമിയാണ് കേട്ടോ. ചട്ടമ്പി സ്വാമിയുടെ സമാധി ശതാബ്ദിയാണ് മഹാഗുരുവർഷം എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. 2024 മാർച്ച് മാസത്തിൽ അന്തരിച്ച പ്രശസ്ത കഥകളി നടനാണ് കലാമണ്ഡലം കേശവദേവ്. കലാമണ്ഡലം കേശവദേവ് 2024 മാർച്ച് മാസത്തിൽ അന്തരിച്ച പ്രശസ്ത കഥകളി നടനാണ് ആര്? കലാമണ്ഡലം കേശവദേവ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോർ നേടിയ ടീം ഏതാ? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് അല്ലെ, സൺറൈസേഴ്സ് ഹൈദരാബാദ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോർ നേടിയ ടീം ഏതാ? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് ആരാ? അമിതാഭ് ബച്ചൻ ആണ്. അമിതാഭ് ബച്ചൻ അവാർഡ് ഏതാ? 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായതാരാ? അമിതാഭ് ബച്ചൻ ആണ്. ഇനി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? ജാർഖണ്ഡ്. അതുപോലെ ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ് അല്ലെ. ഏക സിവിൽ കോഡ് ഈ അടുത്ത് പാസ്സാക്കിയ സംസ്ഥാനമാണ് ഇത്? ഉത്തരാഖണ്ഡ്. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായിട്ട് അടുത്തിടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതാണ്? നഗരമാണ് ഏതാ? കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായിട്ട് അടുത്തിടെ ആരാ പ്രഖ്യാപിക്കുന്നത്? ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരമാണ് ഇത്? കൊച്ചി എന്ന് പറയുന്നത്. ഇനി 18ാം ലോക്സഭയിലേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? 2024 ഏപ്രിൽ 19 അല്ലെ. 7 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ലോക്സഭ ഇലക്ഷൻ നടന്നത്. അതിന്റെ ആദ്യ ഘട്ടം നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 2024 ഏപ്രിൽ 19 കേട്ടോ. 18ാം ലോക്സഭയിലേക്കുള്ള
ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്നതെന്ന 2024 ഏപ്രിൽ 19 ഇനി ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ യൂണിവേഴ്സിറ്റി ഏതാ? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ആണ്. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ യൂണിവേഴ്സിറ്റിയാണ് ഇത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. 2024 മാർച്ച് മാസത്തിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് എന്ന് പറയുന്നത്. സി സ്പേസ് 2024 മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു OTT പ്ലാറ്റ്ഫോമാണ് ഇത് സി സ്പേസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കേരള സർക്കാരിൻ്റെതാണെന്ന് കാര്യം ഓർത്തു വെക്കുക. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം ആരാ നേടിയത്? റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയതാരാ? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ഇനി ISROയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് തറക്കല്ലിട്ടത് എവിടെയാ? കുലശേഖരപട്ടണമാണ് അല്ലെ. കുലശേഖരപട്ടണം. ISROയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് തറക്കല്ലിട്ടത് എവിടെയാ? തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണത്താണ്. ഇനി 2024 മാർച്ച് മാസത്തിൽ കപ്പലിടിച്ച് തകർന്ന അമേരിക്കയിലെ ബൾട്ടിമോറിലെ പ്രശസ്തമായ പാലമാണ് ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം. ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം 2024 മാർച്ച് മാസത്തിൽ കപ്പലിടിച്ച് തകർന്ന അമേരിക്കയിലെ ബൾട്ടിമോറിലെ പ്രശസ്തമായ പാലമാണ് ഇത് ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം. ഇനി അടുത്തിടെ പുറത്തിറങ്ങിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ അവസാനത്തെ നോവലാണ് അൺടിൽ ഓഗസ്റ്റ് കേട്ടോ. അൺടിൽ ഓഗസ്റ്റ്. എന്താ? അടുത്തിടെ പുറത്തിറങ്ങിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ അവസാനത്തെ നോവലാണ് ഇത് അൺടിൽ ഓഗസ്റ്റ്. അപ്പൊ ചോദിക്കാം, അൺടിൽ ഓഗസ്റ്റ് എന്ന നോവൽ ആരുടേതാണ്? ആരതാ? ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ നോവലാണ് ഇത് അൺടിൽ ഓഗസ്റ്റ്. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാ? കിഷോർ മക്വാന ആട്ടോ. കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാ? കിഷോർ മക്വാനയാണ്. ഇനി ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 2024 പട്ടിക പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡാണ് LIC എന്ന് പറയുന്നത് കേട്ടോ. LIC ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാ? നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ LIC ആണ്. 2023-24 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാ? മുംബൈ ആണ്. മുംബൈ ആണ്. 2023-24 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയതാര? മുംബൈ ആണ്. 2024 മാർച്ച് മാസത്തിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇത് ഐസ്ലാൻഡ് കേട്ടോ. ഐസ്ലാൻഡ്. എങ്ങനെയാ? അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാ? ഐസ്ലാൻഡ് ആണ്. 2024 മാർച്ച് മാസത്തിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാ? ഐസ്ലാൻഡ്. ഇനി 200 കോടി കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം ഏതാ? മഞ്ഞുമ്മൽ ബോയ്സ് ആട്ടോ. 200 കോടി കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏതാ? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഇനി 18 വയസ്സിന് താഴെയുള്ളവരെ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സിഗരറ്റുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പൂർണ്ണമായിട്ടും വിലക്കിക്കൊണ്ട് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ന്യൂസിലാൻഡ്. 18 വയസ്സിൽ താഴെയുള്ളവരെ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സിഗരറ്റുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിലക്കിക്കൊണ്ട് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ഇത് ന്യൂസിലാൻഡ്. ഇനി സൗരയൂഥത്തിലെ 2005 X296 X296 എന്ന ചിഹ്നഗ്രഹത്തിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാ നൽകിയതെന്ന് ചോദിച്ചാൽ ആരതാ? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരാട്ടോ. പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരാണ് നൽകിയത്. അപ്പോൾ എന്താ പേര്? 2005 EX296 എന്ന ചിഹ്നഗ്രഹത്തിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാ നൽകിയതെന്ന് വെച്ചാൽ ആരതാ? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടേതാണ്. ഇനി 2024 പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയ ടീം ഏതാ? കാലിക്കറ്റ് ഹീറോസ് ആണ് കേട്ടോ. കാലിക്കറ്റ് ഹീറോസ് ആണ്. 2024 വോളിബോൾ പ്രൈം വോളിബോൾ കിരീടം നേടിയ ടീമാണ് ഇത് എന്ന് പറയുന്നത് കാലിക്കറ്റ് ഹീറോസ്. ഇനി 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 126 ആട്ടോ. 126 ആണ്.
എത്രയാ? 126 അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാ? 126. ഇനി IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം ഏതാ? സൺറൈസേഴ്സ് ഹൈദരാബാദ് അല്ലെ, സൺറൈസേഴ്സ് ഹൈദരാബാദ്. പവർ പ്ലേയിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ടീം ഏത് തന്നെയായിരുന്നു? സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. അതുപോലെ തന്നെ ഒരു ടീം ഉയർന്ന ടീം സ്കോർ ഏതാണെന്ന് വെച്ചാൽ ഏത് ടീമിൻ്റെ തന്നെയാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെയാണ്. ഇനി പാകിസ്ഥാന്റെ 14ാമത് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ആര്? ആസിഫ് അലി സർദാരി. ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ 14ാമത് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തിയാരാ? ആസിഫ് അലി സർദാരിയാണ്. ഇനി 96ാമത് ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്താം. ഒന്ന് നോക്കി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടി എമ്മ സ്റ്റോൺ, മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസർ, മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ഇതിൽ 96ാമത് ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്ന് കണ്ടെത്തിയേ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2, 4 ശരിയാണ്, 3 തെറ്റാണ്. ഏതൊക്കെയാ? മികച്ച സംവിധായകൻ ആരാ? ക്രിസ്റ്റഫർ നോളൻ ശരിയാണ്. മികച്ച നടി എമ്മ സ്റ്റോൺ ശരിയാണ്. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രൈസർ അല്ല. ആരായിരുന്നു മികച്ച നടൻ എന്ന് പറയുന്നത്? കീലിയൻ മർഫി ആയിരുന്നു കേട്ടോ. കീലിയൻ മർഫിയാണ് ഇത് മികച്ച ആക്ടർ എന്ന് പറയുന്നത്. തെറ്റാണ്. മികച്ച സഹനടൻ ആര് തന്നെയായിരുന്നു? റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. റോബർട്ട് ഡൗണി ജൂനിയർ. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആരായിരുന്നു? നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. അപ്പോൾ മികച്ച നടൻ ആരാ? കീലിയൻ മർഫി. മികച്ച നടി എമ്മ സ്റ്റോൺ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളനുമാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരായിരുന്നു? സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാ? സക്കറിയയാണ്. 2022 മാനവ വികസന സൂചികയിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 134ാമതാട്ടോ. 134ാമതാണ്. 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 134 134. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാ? കോഴിക്കോടാട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാ? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാ? കോഴിക്കോടാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ് അല്ലെ. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയായിരുന്നു? കൊൽക്കത്തയിലാണ്. ഇനി ഗർഭചിത്രത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ആദ്യത്തെ രാജ്യം ഏതാ? ഫ്രാൻസ് ആണ്. ഗർഭചിത്രത്തിനുള്ള മൗലിക അവകാശമാക്കിയ ആദ്യത്തെ രാജ്യം ഏതാ? ഫ്രാൻസ് ആണ്. ഇനി 71ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ആരാ? ക്രിസ്റ്റീന പിസ്കോവ. 71ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്റ്റീന പിസ്കോവ. എവിടെ വെച്ചായിരുന്നു 71ാമത് മിസ് വേൾഡ് നടന്നത്? ഇന്ത്യയിൽ വെച്ചിട്ട്, മുംബൈയിൽ വെച്ചിട്ട്. 71ാമത് മിസ് വേൾഡ് കിരീടം നടന്നത്. അതിൽ കിരീടം നേടിയത് ആരാ? ക്രിസ്റ്റീന പിസ്കോവയാണ്. ഇനി പാകിസ്ഥാന്റെ 14ാമത് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ് നമ്മൾ പറഞ്ഞു ആസിഫ് അലി സർദാരിയാണ്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഒന്ന് പരിശോധിക്കുക നിങ്ങൾ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക കേട്ടോ. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തത് സരസ്വതി സമ്മാനം നേടിയ 5ാമത്തെ മലയാളിയാണ് സുഗതകുമാരി. ശരിയാണോ? തെറ്റാണ്. ആകെ 4 പേർക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ? മലയാളികൾക്ക് സരസ്വതി സമ്മാനം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. 4 മലയാളികൾക്കാണ് സരസ്വതി സമ്മാനം കിട്ടിയത്. അതിൽ ആദ്യം കിട്ടിയത് ആർക്കാന്ന് വെച്ചാൽ ബാലാമണി അമ്മക്ക്, 2ാമത് അയ്യപ്പ പണിക്കർക്ക്, 3ാമത് സുഗതകുമാരി. അടുത്തത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അടുത്ത പ്രസ്താവന 2022 സരസ്വതി സമ്മാനം നേടിയ സാഹിത്യകാരനാണ് ഓം പ്രകാശ് മിശ്ര. ആണോ? അതും തെറ്റാണ്.
2022 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കായിരുന്നു? ശിവശങ്കരി ആട്ടോ. 2022 ശിവശങ്കരിക്കാണ് ഏത് കിട്ടുന്നത്? സരസ്വതി സമ്മാനം കിട്ടിയത്. ഇനി ഓപ്ഷൻ സി, 2023 സരസ്വതി സമ്മാനം നേടിയ സാഹിത്യകാരനാണ് പ്രഭാവർമ്മ. അതെന്താണ്? ശരിയാണ്, 4ാമത്തെ മലയാളി കൂടിയാണ്. 2023 സരസ്വതി സമ്മാനം നേടിയ സാഹിത്യകാരനാരാ? പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ 4ാമത്തെ മലയാളി കൂടിയാണ്. ഇനി രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് 2023 സരസ്വതി സമ്മാനം ലഭിച്ചത്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഏതൊക്കെയാ ശരി? സിയും ഡിയും ശരിയാണ്, എ ബി എന്താണ്? തെറ്റാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സരസ്വതി സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി ആരാ? ബാലാമണി അമ്മയാണ്. 2ാമത്തെ മലയാളി അയ്യപ്പ പണിക്കർ, 3ാമത്തെ മലയാളി സുഗതകുമാരി, 4ാമത്തെ മലയാളി 2023 ലഭിച്ച പ്രഭാവർമ്മയാണ്. അദ്ദേഹത്തിന്റെ രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത്? സരസ്വതി സമ്മാനം ലഭിച്ചത്. അപ്പോൾ എ ബി തെറ്റാണ്, സിയും ഡിയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വിദൂരമായ പ്രദേശം എന്നറിയപ്പെടുന്ന പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നോമോയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വിദൂരമായ പ്രദേശം എന്നറിയപ്പെടുന്ന പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നോമോയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? ക്രിസ് ബ്രൗൺ. ഓപ്ഷൻ ഏതാ? ക്രിസ് ബ്രൗൺ. ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വിദൂരമായ പ്രദേശം എന്നറിയപ്പെടുന്ന പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നോമോയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ വ്യക്തി ആരാ? ക്രിസ് ബ്രൗൺ ആണ്. ഇനി NIA പുതിയ മേധാവിയായിട്ട് നിയമിതയായ വ്യക്തിയാണ് സദാനന്ദ് വസന്ത് ദാത്തെ. സദാനന്ദ് വസന്ത് ദാത്തെ ഏതാ? NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി ആരാന്ന് ചോദിച്ചാൽ ആരാ? സദാനന്ദ് വസന്ത് ദാത്തെയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റാണ് അഗ്നിബാൺ. ഏതാ? അഗ്നിബാൺ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റാണ് ഇത് അഗ്നിബാൺ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റ് അഗ്നിബാൺ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങളാണ് റഷ്യയും ബെലാറസും. റഷ്യയും ബെലാറസും 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാ? റഷ്യയും ബെലാറസുമാണ്. 2024 മാർച്ച് മാസത്തിൽ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി ആരാ? അരവിന്ദ് കെജ്രിവാള്. 2024 മാർച്ച് മാസത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അറസ്റ്റിലാകുന്നത്. ഓർത്തു നോക്കുക, 2024 മാർച്ച് മാസത്തിൽ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയാണ് ആര്? അരവിന്ദ് കെജ്രിവാള്. ഇനി 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാ? ഇറ്റലിയാണ്. 2024 നടക്കുന്ന 60ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാ? ഇറ്റലിയാണ്. ഇനി അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റ് കമ്മീഷൻ അംഗമായ മലയാളിയാണ് PR ശ്രീജേഷ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അംഗമായ മലയാളി ആരാ? PR ശ്രീജേഷ് ആണ്. ഇനി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ആരൊക്കെയാ? ശരത് കമലും ഉണ്ട്, അതേപോലെ PV സിന്ധു ഉണ്ട് കേട്ടോ. PV സിന്ധു ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യയുടെ പതാക ഏന്തിയത് കേട്ടോ. ആരൊക്കെയാ? അജന്ത ശരത് കമലും അതേപോലെ PV സിന്ധുവും. ഇനി 63ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന നിരക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഹരിയാനയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ വേതന നിരക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാ? ഹരിയാനയാണ്. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ സംഘടന UNDP-യുമായി ചേർന്ന് ആരംഭിച്ച ക്യാമ്പയിനാണ് വെദർ കിഡ്സ് കേട്ടോ. വെദർ കിഡ്സ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ലോക കാലാവസ്ഥാ സംഘടന UNDP-യുമായി ചേർന്ന് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണെന്ത്? വെദർ കിഡ്സ്. 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ വ്യക്തിയാണ് കെസിയ മോജോ. കെസിയ മെജോ. 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയതാര? കെസിയ മെജോയാണ്. ഇനി
കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് ആര്? ഡി ഗുഗേഷ് കേട്ടോ. കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാ? ഡി ഗുഗേഷ് ആണ്. കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാ? ഡി ഗുഗേഷ് ആണ്. 2024 അന്താരാഷ്ട്ര ഭൗമദിനത്തിന്റെ പ്രമേയം എന്താ? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2024 അന്താരാഷ്ട്ര ഭൗമദിനത്തിന്റെ പ്രമേയം എന്താ? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2024 കാൻഡിഡേറ്റ് ചെസ് വനിതാ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാ? കൊനേരു ഹംപി ആണ്. കൊനേരു ഹംപി. 2024 കാൻഡിഡേറ്റ് ചെസ് വനിതാ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാ? കൊനേരു ഹംപി ആണ്. ഇനി 2024 ഏപ്രിൽ ഇന്ത്യയിൽ നിന്നും ബ്രാഹ്മോസ് മിസൈൽ വാങ്ങിയ രാജ്യം ഏതാ? ഫിലിപ്പീൻസ് ആണല്ലേ. 2024 ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മോസ് മിസൈൽ വാങ്ങിയ രാജ്യം ഏതാ? ഫിലിപ്പൈൻസ് ആണ്. 2024 ലോറൻസ് സ്പോർട്സ് അവാർഡ്സിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? നൊവാക്ക് ജോക്കോവിച്ച്. 2024 ലോറൻസ് സ്പോർട്സ് അവാർഡ്സിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? നൊവാക്ക് ജോക്കോവിച്ച് ആണ്. ഇനി IPL 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ ബൗളർ ആരാ? യുവചേന്ദ്ര ചഹൽ ആണ് കേട്ടോ. യുവചേന്ദ്ര ചഹലാണ്. IPL 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ ബൗളർ ആരാ? യുവചേന്ദ്ര ചഹലാണ്. ഇനി വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്ന പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനം ഏതാ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച സ്ഥാപനം ഏതാ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണ്. ഇനി 2024 ഏപ്രിൽ കായിക രംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരം ആരാ? സൗരവ് ഘോഷാൽ. ആരാ? സൗരവ് ഘോഷാൽ. നേരെ തിരിച്ചു ചോദിക്കാം. സൗരവ് ഘോഷൽ താഴെ തന്നിരിക്കുന്ന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? സൗരവ് ഘോഷൽ ഏതാ? നമ്മുടെ സ്ക്വാഷ് താരമാട്ടോ. ഏതാ? സ്ക്വാഷ് താരമാണ്. ഇനി 74 ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് 2024 ഏപ്രിൽ മാസത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാ? ഇക്വഡോർ ആട്ടോ. ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് 2024 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഇത്? ഇക്വഡോർ. ഇനി അടുത്തത് 2024 അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? 2024 അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയായിരുന്നു? ദുബായിലാണ് കേട്ടോ. ദുബായിലാണ്. 2024 അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? ദുബായിലാണ്. ഇനി 2024 ഏപ്രിൽ മാസത്തിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏതാ? റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? റുവാങ് അഗ്നിപർവ്വതം ഇന്തോനേഷ്യയിലാണ്. എവിടെയാ? ഇന്തോനേഷ്യയിലാണ്. 2024 ഏപ്രിൽ മാസത്തിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താ? ഇന്തോനേഷ്യയിലാണ്. ഇനി വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാണ്? അല്ലെങ്കിൽ ടെറിട്ടറി ഏതാണ്? അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, വൻകര ഏതാണ്? വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാ? ഏഷ്യൻ ഭൂഖണ്ഡമാണ് കേട്ടോ. ഏഷ്യൻ ഭൂഖണ്ഡമാണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാ? ഏഷ്യയാണ്. 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? സുധീർ കാക്കർ ആട്ടോ. സുധീർ കാക്കർ. 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? സുധീർ കാക്കർ ആണ്. ഇനി യന്ത്ര തകരാറ് പരിഹരിച്ച് ഭൂമിയിലേക്ക് വീണ്ടും സന്ദേശം അയച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്?
യന്ത്ര തകരാറ് പരിഹരിച്ചിട്ട് ഭൂമിയിലേക്ക് വീണ്ടും സന്ദേശം അയച്ച ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തു ഏതാ? വോയേജർ 1 പേടകമാട്ടോ. വോയേജർ 1 പേടകമാണ്. യന്ത്ര തകരാറ് പരിഹരിച്ചിട്ട് ഭൂമിയിലേക്ക് വീണ്ടും സന്ദേശം അയച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തുവാണ് ഏത്? വോയേജർ 1 പേടകം. ഇനി ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായ ഇന്ത്യൻ കമ്പനി ഏതാണ്? ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായ ഇന്ത്യൻ കമ്പനിയാണ് ഇതെന്ന് പറയുന്നത് റിലയൻസ് ജിയോയാണ്. റിലയൻസ് ജിയോയാണ്. ഇനി 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ റൺ ചേസിംഗ് നടത്തിയ ടീം ഏതാണ്? 2020 ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസിംഗ് നടത്തിയ ടീമാണ് ഇത്? പഞ്ചാബ് കിങ്സ് 11. പഞ്ചാബ് കിങ്സ് 11 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ റൺ ചേസിംഗ് നടത്തിയ ടീം ഏതാ? കിങ്സ് 11 പഞ്ചാബ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്ന 2020 മത്സരം ഏത് തന്നെയാ? 2020 മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് 11 ആണ്. ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്ന 2020 മത്സരം ഏതാ? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് 11 ആണ്. ഇനി 2024 ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തെത്തിയ വിദേശ വിനോദസഞ്ചാര കപ്പൽ ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തെത്തിയ വിനോദസഞ്ചാര കപ്പല് ഏതാ? ലോഹൻകയാട്ടോ. ഏതാ? ലോഹൻകയാണ്. 2024 ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തെത്തിയ വിനോദസഞ്ചാര കപ്പലാണ് ഇത്? ലോഹൻക. ഇനി 2024 ഏപ്രിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാളി സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ. 2024 ഏപ്രിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാളി സാഹിത്യകാരനായ സി രാധാകൃഷ്ണനാണ്. ഇനി മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടർ ഏതാ? സ്റ്റാർ ഗേറ്റ് ആട്ടോ. ഏതാ? സ്റ്റാർ ഗേറ്റ് ആണ്. മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഇത്? സ്റ്റാർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി UNOയുടെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായതാരാം? UNOയുടെ യുണൈറ്റഡ് നാഷൻ ഓഫീസിന്റെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായതാരാ? കമൽ കിഷോർ ആട്ടോ. കമൽ കിഷോർ. ഇനി പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായ സംസ്ഥാനമാണ് തമിഴ്നാട്. പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായ സംസ്ഥാനമാണിത് തമിഴ്നാട്. 2024 ഏപ്രിൽ മാസത്തിൽ മാലിദ്വീപിൽ വെച്ച് നടന്ന ദോസ്തി 16 ഏതാ? ദോസ്തി 16 കോസ്റ്റ് ഗാർഡ് എക്സസൈസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ് ആണ് കേട്ടോ. ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്. ഏതാ? ദോസ്തി 16 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മില? ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്. എവിടെ വെച്ചായിരുന്നു നടന്നത്? മാലിദ്വീപിൽ വെച്ചിട്ട് തന്നെയാണ് എന്ത് നടന്നത്? ഈ എക്സസൈസ് നടന്നത്. അപ്പൊ ദോസ്തി 16 ഏതൊക്കെ രാജ്യങ്ങളാ? ഇന്ത്യയും ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന നാണയമാണ് 90 രൂപയുടെ നാണയം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന നാണയമാണ് ഇത് 90 രൂപയുടെ നാണയം. ഇനി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ഷെയ്ഫാലി ശരൺ ട്ടോ. ഷെയ്ഫാലി ശരൺ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തി ആരാ? ഷെയ്ഫാലി ശരൺ ആണ്. ഇനി 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ആരാ? ജുവാൻ വിസന്റെ പെരസ് മോറ. ജുവാൻ വിസന്റെ പെരസ് മോറ. എന്താ പ്രത്യേകത? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായമേറിയ വ്യക്തിയാണ്. ഏത് മാസം അന്തരിക്കുന്നത്? 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താ? ജുവാൻ വിസന്റെ പെരസ് മോറ എന്നാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് ഏതാ? കൊട്ടാരക്കര നഗരസഭ കേട്ടോ. കൊട്ടാരക്കര നഗരസഭ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് ഏതാ? കൊട്ടാരക്കര നഗരസഭയാണ്. ഇനി 2024 ഏപ്രിൽ മാസത്തിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യം ഏതാ? തായ്വാൻ അല്ലെ. 2024 ഏപ്രിൽ മാസത്തിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയിട്ട് ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യമാണ് ഇത്?
തായ്വാന്. ഇനി ഖത്തർ ടോപ്പ് ലീഗ് ഫുട്ബോൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. തഹ്സീൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ ടോപ്പ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ? തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. ഇനി പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനമാണ് ഇത്? അരിസോണ കേട്ടോ. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കയിലെ സംസ്ഥാനമാണ് ഇത്? അരിസോണ. ഇനി ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏതാ? റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താ? ഇന്തോനേഷ്യയിലാണ് കേട്ടോ. റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താ? ഇന്തോനേഷ്യയിലാണ്. ഇനി 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തിയാണ് മുഹമ്മദ് സലീം കേട്ടോ. മുഹമ്മദ് സലീം 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തിയാണ് ആര്? മുഹമ്മദ് സലീം. 2024 ഏപ്രില് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇ വിസ അനുവദിച്ച ഏതാ? ഇ വിസ അനുവദിച്ച രാജ്യമാണ് ജപ്പാൻ. 2024 ഏപ്രില് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇ വിസ അനുവദിച്ച രാജ്യമാണ് ഇത്? ജപ്പാന്. ഇനി പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് ഒളിമ്പിക് ദീപശിഖ തെളിയിച്ച ഗ്രീക്ക് നടിയാണ് മേരി നിന. മേരി നിന പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് ഒളിമ്പിക് ദീപശിഖ തെളിയിച്ച ഗ്രീക്ക് നടിയാണ് ആര്? മേരി നിന. 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ് എന്ന് പറയുന്നത് കേട്ടോ. നിർഭയ് 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് ഇത്? നിർഭയ്. ഇനി 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരിയാണ് മാരിസ് കോണ്ടെ കേട്ടോ. മാരിസ് കോണ്ടെ 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരിയാണ് ആര്? മാരിസ് കോണ്ടെ. ഇനി അടുത്തിടെ പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അമേരിക്ക. അടുത്തിടെ പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഏത്? അമേരിക്ക. 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച കേരള ക്രിക്കറ്റിന്റെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ച താരമാണ് പി രവിയച്ചൻ. പി രവിയച്ചൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാ? കേരള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? പി രവിയച്ചൻ. 2023-24 സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാ? മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് അല്ലെ? മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് 2023-24 സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയതാരാ? മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. ഏപ്രില് പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യം നമ്മൾ പറഞ്ഞു അമേരിക്കയാണ്. ഇനി പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച്. പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാ? നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ചിന്റെ രാജ്യം ഏതാ? സെർബിയ കേട്ടോ. സെർബിയ എന്ന് ഓർത്തു നോക്കുക. ഇനി ലോകാരോഗ്യ ദിനം അതായത് ഏപ്രിൽ 7 2024 ഏപ്രിൽ 7ന്റെ പ്രമേയം എന്താ? മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളത് കേട്ടോ. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. മൈ ഹെൽത്ത് മൈ റൈറ്റ്. 2024 ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഏപ്രിൽ 7ന്റെ പ്രമേയമാണ് എന്ത്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളത്. ഇനി ഒന്നാമത് ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഇടവേള ബാബു കേട്ടോ. ഒന്നാമത് ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാ? ഇടവേള ബാബു ആണ്. ഇനി പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി അത്ലറ്റ് ആരാ? എം ശ്രീശങ്കർ അല്ലേ. ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ വ്യക്തിയായിരുന്നു ആര്? മുരളി ശ്രീശങ്കർ കേട്ടോ. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? പരിക്ക് കാരണം പങ്കെടുക്കാൻ പറ്റിയില്ല. അതിന് പിന്മാറുകയാണ് ചെയ്തത്. 2024 ദൃശ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്നായിരുന്നു? 2024 ഏപ്രിൽ 8നായിരുന്നു അല്ലെ. 2024 ഏപ്രിൽ 8നാണ്. 2024 ഏപ്രിൽ 8നായിരുന്നു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. 2024 ഏപ്രിൽ മാസത്തിൽ 3 ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ തിരിച്ചെത്തിച്ച റഷ്യൻ ബഹിരാകാശ വാഹനമാണ് സോയൂസ് MS-24. സോയൂസ് MS-24 2024 ഏപ്രിൽ മാസത്തിൽ 3 ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ തിരിച്ചെത്തിച്ച റഷ്യൻ ബഹിരാകാശ വാഹനം ഏതാ? സോയൂസ് MS-24 ആണ്. 2024 സ്പാനിഷ് കോപ്പ ഡെൽറേ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാ? അത്ലറ്റിക്കോ ബിൽബാവോ കേട്ടോ. അത്ലറ്റിക്കോ ബിൽബാവോ 2024 സ്പാനിഷ് കോപ്പ ഡെൽറേ ഫുട്ബോൾ കിരീടം നേടിയതാരാ? അത്ലറ്റിക്കോ ബിൽബാവോയാണ്. 2024 ഏപ്രിൽ
ഫോസിലിന്റെ പഠനത്തിലൂടെ ഗവേഷകർ തിരിച്ചറിഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പ് ഏതാ? വാസുക്കി ഇൻഡിക്കസ് അല്ലെ, വാസുക്കി ഇൻഡിക്കസ്. 2024 ഏപ്രില് ഫോസിലിന്റെ പഠനത്തിലൂടെ ഗവേഷകർ തിരിച്ചറിഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പായിരുന്നു ഇത്, വാസുക്കി ഇൻഡിക്കസ്. ഇനി ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് പ്രഗ്യാ മിശ്ര കേട്ടോ, പ്രഗ്യാ മിശ്ര. ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് ആര്? പ്രഗ്യാ മിശ്ര. ഇനി പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗിലുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. എന്താ? പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും അതുപോലെ കൗൺസിലിംഗിലുമായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരായിരുന്നു എന്ത്? ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. ഇനി NSGയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് നളിൻ പ്രഭാത് കേട്ടോ, നളിൻ പ്രഭാത്. NSGയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? നളിൻ പ്രഭാത്. ഇനി 2024 ഏപ്രിലിൽ റഷ്യ ആക്രമിച്ച ഉക്രൈനിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏതാ? സാപ്പോറിഷ്യ അല്ലെ, സാപ്പോറിഷ്യ. എന്താ? സാപ്പോറിഷ്യ. ഏപ്രിൽ 2024 ഏപ്രിൽ മാസത്തിൽ റഷ്യ ആക്രമിച്ച ഉക്രൈനിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ഏത്? സാപ്പോറിഷ്യ. ഇനി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്ത സ്ഥലം എവിടെയാ? തമിഴ്നാട്ടിലെ രാമേശ്വരത്താട്ടോ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? രാമേശ്വരത്താണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആരാ? ഡെവിൻ ആണ് അല്ലെ, ഡെവിൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആര്? ഡെവിൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാ? ദേവിക. ലോകത്തിലെ ആണെങ്കിൽ ഡെവിൻ ആണ്, ഇന്ത്യയിലാണെങ്കിൽ ആരാ? ദേവികയാണ്. ഇനി ഹോക്കി ഇന്ത്യയുടെ വാർഷിക പുരസ്കാരത്തിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹാർദിക് സിംഗ് കേട്ടോ, ഹാർദിക് സിംഗ്. ഹോക്കി ഇന്ത്യയുടെ വാർഷിക പുരസ്കാരത്തിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഹാർദിക് സിംഗ്. ഇനി 2024 ഏപ്രിൽ രാജിവെച്ച ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ചീഫ് ആരാ? ആഹരോൺ ഹലീവയാണ് കേട്ടോ, ആഹരോൺ ഹലീവ. ഇപ്പോൾ നിലവിൽ യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ചോദിച്ചാലായി. ഏപ്രിൽ രാജിവെച്ച ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ചീഫാണ് ആര്? ആഹരോൺ ഹലീവ. ഇനി 2024 ലോറ സ്പോർട്സ് അവാർഡിൽ മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഐതാന ബോൺമാറ്റി. ഐതാന ബോൺമാറ്റി 2024 ലോറ സ്പോർട്സ് അവാർഡ്സിൽ മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ഐതാന ബോൺമാറ്റിയാണ്. ഇനി 2024 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത് ആരാ? മാക്സ് വെസ്തപ്പൻ ആണ്. 2024 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രീ കിരീടം നേടിയതാര? മാക്സ് വെസ്തപ്പൻ ആണ്. ഇനി ചിലിയിലെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് അഭിലാഷ് ജോഷി കേട്ടോ, അഭിലാഷ് ജോഷിയാണ്. ചിലിയിലെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? അഭിലാഷ് ജോഷി. ഇനി 2024 ഏപ്രിൽ മാസത്തിൽ ലക്ഷദ്വീപിൽ ആരംഭിച്ച തീര സംരക്ഷണ പരിശീലനമാണ് സാഗർ കവച് 1/24 കേട്ടോ. ലക്ഷദ്വീപിൽ ആരംഭിച്ച തീര സംരക്ഷണ പരിശീലന പരിപാടിയാണ് ഇത്, സാഗർ കവച് 0124. ഇനി IPL 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും തികച്ച ആദ്യത്തെ താരമാണ് രവീന്ദ്ര ജഡേജ കേട്ടോ. IPL 1000 റൺസ് 100 ക്യാച്ച് അതുപോലെ 100 വിക്കറ്റും തികക്കുന്ന ആദ്യത്തെ താരമാണ് ആര്? രവീന്ദ്ര ജഡേജ. ഇനി IPL 4000 റൺസ് നേടുന്ന ആദ്യത്തെ മലയാളി താരം ആരാ? സഞ്ജു സാംസൺ. IPL 4000 റൺസ് നേടുന്ന ആദ്യത്തെ മലയാളി താരം ആരാ? സഞ്ജു സാംസൺ ആണ്. ഇനി ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള സിനിമയായിരുന്നു ഇത്, ആടുജീവിതം കേട്ടോ. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള സിനിമ ഏതാ? ആടുജീവിതമാണ്. ഇനി കേരള കെട്ടിട നികുതി ഭേദഗതി ബില്ല് 2023 പ്രകാരം വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാ ആഡംബര നികുതി? ഏത് പേരിൽ അറിയപ്പെടാൻ പോകുന്നത്? അധിക നികുതി എന്ന പേരിൽ കേട്ടോ. അധിക നികുതി എന്ന പേരിലാണ് കേരളത്തിലെ കെട്ടിട നികുതി ഭേദഗതി ബില്ല് പ്രകാരം
വലിയ വീടുകൾക്കും അതുപോലെ കെട്ടിടങ്ങൾക്കൊക്കെ ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിൽ അറിയപ്പെടുന്നത്? അധിക നികുതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി 2024 IPL സീസണിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാ? വിരാട് കോഹ്ലി അല്ലെ, വിരാട് കോഹ്ലിയാണ്. 2024 IPL സീസണിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലിയാണ്. ഇനി ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ISPS അതായത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖമാണേത്? വിഴിഞ്ഞം തുറമുഖം. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ISPS അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖമാണേത്? വിഴിഞ്ഞം തുറമുഖം. ഇനി ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരനാണ് രാകേഷ് മോഹൻ. രാകേഷ് മോഹൻ. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരനാണ് ആര്? രാകേഷ് മോഹൻ. ഇനി 2024 മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരൊക്കെയാ? രോഹൻ ബൊപ്പണ്ണയും അതുപോലെ മാത്യു എബ്ഡനുമാട്ടോ. രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനുമാണ്. 2024 മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരാ? രോഹൻ ബൊപ്പണ്ണയും അതുപോലെ മാത്യു എബ്ഡനുമാണ്. ഇനി ഏപ്രിൽ മാസത്തിൽ കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യമാണ് ജർമ്മനി. 2024 ഏപ്രിൽ മാസത്തിൽ കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യമാണേത്? ജർമ്മനി. ഇനി 2024 ഏപ്രിൽ 1 20ാം വാർഷികം ആഘോഷിച്ച ഇമെയിൽ സർവീസാണേത്? ഗൂഗിളിന്റെ ജിമെയിൽ. 2024 ഏപ്രിൽ 1 20ാം വാർഷികം ആഘോഷിച്ച ഇമെയിൽ സർവീസാണേത്? ജിമെയിൽ കേട്ടോ, ഗൂഗിളിന്റെ ജിമെയിൽ. ഇനി ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനാണ് പീറ്റർ ഹിഗ്സ് കേട്ടോ. പീറ്റർ ഹിഗ്സ് 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനാണ് ആര്? പീറ്റർ ഹിഗ്സ്. ഇനി ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി. ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി. ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഇത്? ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി. അപ്പൊ ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താ? ശ്രീലങ്കയിലാണ്. ഇനി സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 4ാം സ്ഥാനമാട്ടോ. 4ാം സ്ഥാനമാണ്. സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 4ാം സ്ഥാനമാണ്. ഇനി അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ ചാൻസലറായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് നൈമ ഖാത്തൂൻ. ആരാ? നൈമ ഖാത്തൂൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ ചാൻസലറായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? നൈമ ഖാത്തൂന്. 2024 ഇറ്റാലിയൻ സീരി എ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാ? ഇന്റർ മിലാൻ അല്ലെ. ഇന്റർ മിലാൻ 2024 സീരി എ ഫുട്ബോൾ കിരീടം നേടിയതാരാ? ഇന്റർ മിലാൻ ആണ്. ഇനി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം എന്നാ? 2024 ഏപ്രിൽ 6 അല്ലെ. 2024 ഏപ്രിൽ 6 കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം. ഓർത്തു നോക്കുക, 2024 ഏപ്രിൽ 26. ഇനി ഇന്ത്യയിൽ കടലിന് മേലെ നിർമ്മിക്കുന്ന ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് കേട്ടോ. ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഇന്ത്യയിലെ കടലിന് മുകളിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ഇത്? ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഇനി സാഹിത്യ വിവർത്തനത്തിനുള്ള 2024 പെൻ അമേരിക്ക ഗ്രാന്റ് ലഭിച്ച മലയാളിയാണ് വൃന്ദാവർമ്മ. വൃന്ദാവർമ്മ കേട്ടോ. സാഹിത്യ വിവർത്തനത്തിനുള്ള 2024 പെൻ അമേരിക്ക ഗ്രാന്റ് ലഭിച്ച മലയാളിയാണ് ആര്? വൃന്ദാവർമ്മ. ഇനി 2024 ഏപ്രിൽ ഇസ്രയേലിൽ നിരോധനം ഏർപ്പെടുത്തിയ ഖത്തർ അന്താരാഷ്ട്ര മാധ്യമമാണ് അൽ ജസീറ. അൽ ജസീറ ഏത് രാജ്യത്തിന്റെയാന്ന് വെച്ചാൽ ഖത്തറിന്റെ കേട്ടോ. ഖത്തറിന്റെ വാർത്താ ഏജൻസിയാണ് ഏത്? അൽ ജസീറ എന്ന് പറയുന്നത്. അവർക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ഏത്? ഇസ്രയേല്. ഇനി ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ശക്തി എന്ന് പറയുന്നത് കേട്ടോ. ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ഇത്? ശക്തി. ഇനി 2024 ആർച്ചറി ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാ? ഷാങ്ഹായ് ആട്ടോ. ജപ്പാനിലെ ഷാങ്ഹായ് ആണ് 2024 ആർച്ചറി ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാ?
എവിടെയാ? ഷാങ്ഹായ് കേട്ടോ. ഷാങ്ഹായ് ജപ്പാനല്ല, സോറി ചൈനയാണ്. ഷാങ്ഹായ് എവിടെയാ? ചൈനയാണ്, ജപ്പാൻ അല്ലേ പറഞ്ഞേ. ഷാങ്ഹായ് ചൈനയാണ്. ഷാങ്ഹായ് ചൈന. 2024 ആർച്ചറി ലോകകപ്പിന് വേദിയാകുന്നത് ഷാങ്ഹായ് എവിടെയാ? ചൈനയിലാണ്. ഇനി 2024 ഏപ്രിൽ മാസത്തിൽ സർവീസ് അവസാനിപ്പിച്ച ആകാശത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് ബോയിങ് 747 കേട്ടോ. ബോയിങ് 747 2024 ഏപ്രിൽ മാസത്തിൽ സർവീസ് അവസാനിപ്പിച്ച ആകാശത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ വിമാനമാണിത് ബോയിങ് 747. ഇനി 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് കേട്ടോ. ആരാ? ആനി ജോർജ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ആര്? ആനി ജോർജ്. ഇനി 2024 ഫെബ്രുവരി മാസത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് ഇത്? കാപ്പാട് ബീച്ച് കേട്ടോ. ഏതാ? കാപ്പാട് ബീച്ച്. 2024 ഫെബ്രുവരി മാസത്തിൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് ഇത്? കാപ്പാട് ബീച്ച്. ഇനി ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് 100% ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ ലഭ്യമാക്കിയ ആദ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ഇത്? അരുണാചൽ പ്രദേശ്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് 100% ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ ലഭ്യമാക്കിയ ആദ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണിത്? അരുണാചൽ പ്രദേശ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാ? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലമാട്ടോ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാ? തളിപ്പറമ്പ്. എവിടെയാ? കണ്ണൂർ ജില്ലയിലാണ്. ഇനി വദാവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്രയാണ്. വദാവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്രയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ തുളസീവനം ആരംഭിച്ചത് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്? എവിടെയാ? ഇക്കോ ടൂറിസം കോന്നിയില അല്ലെ. കേരളത്തിലെ ആദ്യത്തെ തുളസീവനം ആരംഭിച്ചത് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാ? കോന്നിയിലാണ്. ഇനി ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിൽ വാട്ടർ ബെൽ സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഇത്? കേരളം. ചൂട് കൂടി വന്ന സാഹചര്യത്തിൽ അതായത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് വല്ലാത്ത ചൂടുള്ള സമയം ഉണ്ടായിരുന്നു അല്ലെ. ആ സമയത്ത് സ്കൂളുകളിൽ വാട്ടർ ബെൽ സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഇത്? കേരളം. ഇനി 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്ര. ഏതാ? മഹാരാഷ്ട്രയാണ്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായതാരാ? മഹാരാഷ്ട്രയാണ്. ഇനി പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബജറ്റിനൊപ്പം നയപ്രഖ്യാപനം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബജറ്റിനൊപ്പം നയപ്രഖ്യാപനം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഇത്? കേരളം. ഇനി ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡിനുടമയായതാരാ? ഒലെഗ് കൊനെൻകോയാട്ടോ. ഒലെഗ് കൊനെൻകോയാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയതാരാ? ഒലെഗ് കൊനെൻകോയാണ്. ഇനി അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്? കെയർ എന്ന് പറയും കേട്ടോ. കെയർ എന്തിനുള്ളതാ? അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്? കെയർ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കി തന്നെയാണ്, നമ്പർ വ്യത്യാസം എന്നേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഏതാ? മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ മഞ്ഞപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. കണ്ണൂർ ജില്ലയിലെ മഞ്ഞപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാ? മഞ്ഞപ്പാലമാണ്. എവിടെയാ? കണ്ണൂർ ജില്ലയിലാണ്. ഇനി ഇറച്ചിക്കായിട്ട് പട്ടികളെ വളർത്തുന്നതും വിൽക്കുന്നതും കൊല്ലുന്നതും നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ഇറച്ചിക്കായിട്ട് പട്ടികളെ വളർത്തുന്നതും അതുപോലെ വിൽക്കുന്നതും കൊല്ലുന്നതൊക്കെ നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ രാജ്യമാണിത്? ദക്ഷിണ കൊറിയ. ഇനി 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാ? ജാനിക് സിന്നർ ആണ്. ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ആരാ വിജയിച്ചത്? ജാനിക് സിന്നർ ആണ്. 2024
2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര ജാനിക് സിന്നർ ആണ്. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം 2 കോടി പിന്നിട്ട ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം 2 കോടി പിന്നിടുന്ന ആദ്യത്തെ ബാങ്ക് ആണ് HDFC ബാങ്ക്. HDFC ബാങ്ക്. എന്താ ചോദ്യം? ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം 2 കോടി പിന്നിടുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബാങ്കാണ് ഇത് HDFC ബാങ്ക്. 2024 ജനുവരി മാസത്തിൽ ഇഷ എന്ന പേരിൽ ഒരു ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. 2024 ജനുവരി മാസത്തിൽ ഇഷ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യമാണ് ഇത് ബ്രിട്ടൻ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന് വേദിയായത് എവിടെയായിരുന്നു? തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന് വേദിയായത് എവിടെയാ? തിരുവനന്തപുരമാണ്. ഇനി ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ വ്യക്തി ആരാ? ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ്. നമ്മുടെ തിരുവനന്തപുരം LDCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇതല്ല 74ാമത് റിപ്പബ്ലിക് ദിന പരേഡ്, അതായത് 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത അൽ അസീസി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഓർത്തുവെക്കുക, രാജ്യം കൂടി ഓർത്തുവെക്കുക. ഇമ്മാനുവൽ മാക്രോൺ ഏതാ രാജ്യക്കാരൻ? ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ആര്? ഇമ്മാനുവൽ മാക്രോൺ. അപ്പോൾ ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ, അതായത് 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായതാരാ? ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇനി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തീയതി എന്നായിരുന്നു? 2024 ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്ന തീയതി ഏതാ? 2024 ജനുവരി 22 ഇനി 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച ICCയുടെ 2023 ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, അതായത് 2023 ഏകദിനത്തിലെ ഏറ്റവും നല്ല കളിക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. ICC ആണ്, BCCI അല്ല. ICCയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 മികച്ച ഏകദിന പ്ലെയർ ആരാന്ന് വെച്ചാൽ നമ്മുടെ വിരാട് കോഹ്ലിയാണ്. ഇനി ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് അടുത്തിടെ പ്രാഥമികമായിട്ട് അനുമതി ലഭിച്ച അമേരിക്കൻ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കമ്പനിയാണ് സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പ്രാഥമിക അനുമതി ലഭിച്ച അമേരിക്കൻ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കമ്പനിയാണ് ഇത് സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്നത്. ഇനി 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത KM മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത KM മാണിയുടെ ആത്മകഥയുടെ പേരാണെന്ത്? ആത്മകഥ. ഇനി 2024 ജനുവരി മാസത്തിൽ ആരംഭിച്ച ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. 2024 ജനുവരി മാസത്തിൽ ആരംഭിച്ച ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഇത് ഡെസേർട്ട് സൈക്ലോണ്. ഇനി ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യത്തെ 50-ലെത്തിയ മലയാളിയാണ് SL നാരായണൻ. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യത്തെ 50-ലെത്തിയ ആദ്യത്തെ മലയാളിയാണ് ആര്? SL നാരായണൻ. ഇനി ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുള്ള ട്രിപ്പ് അഡ്വൈസറിന്റെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം നേടിയ സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത് കേട്ടോ. എന്താ ചോദ്യം? ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള ട്രിപ്പ് അഡ്വൈസറിന്റെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം നേടിയ നഗരമാണ് ഏത്? ദുബായ്. ഇനി 2024 ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലമാണ് അടൽ സേതു പാലം. 2024 ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടൽ പാലമാണ് ഇത് അടൽ സേതു പാലം. എവിടെയാ? മുംബൈയിലാണ് അല്ലെ? അടൽ സേതു പാലം എവിടെയാ? മുംബൈയിലാണ്. ഇനി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കവിത ദി ഹോം വേർ ഫാദർ വാസ് ബോൺ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ആരാ? ആർ നന്ദകുമാർ ആട്ടോ. ആർ നന്ദകുമാർ. മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കവിത ദി ഹോം വേർ ഫാദർ വാസ് ബോൺ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതാരാ? ആർ നന്ദകുമാർ ആണ്. ഇനി 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരിയാണ് KB ശ്രീദേവി കേട്ടോ. KB ശ്രീദേവി 2024 ജനുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരിയാണ് ആര്? KB ശ്രീദേവി. ഇപ്പൊ ഈയിടെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിയോഗങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എടുത്തു ചോദിക്കുന്നുണ്ട്. അതായത് 2024 ഇന്ന മാസം മരിച്ച സാഹിത്യകാരി ആര്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ ആര്, അല്ലെങ്കിൽ ചലച്ചിത്ര നിർമ്മാതാവാരെന്ന് ഇന്ന് എടുത്തു ചോദിക്കുന്നുണ്ട്. ഓർത്തു നോക്കുക, 2024 ജനുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരിയാണ് ആര്? KB ശ്രീദേവി. ഇനി ഫ്രാൻസിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓണർ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ബായി. ഫ്രാൻസിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ആര്? പൂയം തിരുനാൾ ഗൗരി പാർവതി ബായി. ഇനി 2024 നവംബർ മാസത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ പോകുന്ന സ്റ്റേറ്റ് ആണ് ഇത്? നമ്മുടെ കേരളം. 2024 നവംബർ മാസത്തോടുകൂടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ പോകുന്നത് നമ്മുടെ കേരളമാണ്. ഇനി 2024 മുതൽ 2028 വരെ IPL ക്രിക്കറ്റിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനിയാണ് ഇത്? ടാറ്റ ഗ്രൂപ്പ് കേട്ടോ. ടാറ്റ ഗ്രൂപ്പ് 2024 മുതൽ 2028 വരെ IPL ക്രിക്കറ്റിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനി ഏതാ? ടാറ്റ ഗ്രൂപ്പാണ്. ഇനി 2024 ജനുവരി മാസത്തിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യമാണ് ഇറാന്. ഏതാ ഉപഗ്രഹം? സുറയ്യ കേട്ടോ. സുറയ്യ എന്നുള്ള ഓർത്തു നോക്കുക. 2024 ജനുവരി മാസത്തിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യമാണ് ഇത്? ഇറാന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തെ രാജ്യമാണ് ഇത്? അമേരിക്ക. അല്ലെ, അമേരിക്കയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തെ അമേരിക്കയാണ്. രണ്ട് നമ്മുടെ ഇന്ത്യയുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തെ അമേരിക്ക, രണ്ടാമത് നമ്മുടെ ഇന്ത്യയുമാണ്. ഇനി അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആരാ? ഇതിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വേറെ ക്വസ്റ്റ്യൻ ആയി തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് മാക്സ്വെല്ലും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? രോഹിത് ശർമ്മയുടെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് വായിക്കാം. ഇനി അടുത്തത് 2024 ജനുവരി 1 റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യം ഏതാ? ജപ്പാനാണ്. 2024 ജനുവരി 1 റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യമാണ് ഇത്? ജപ്പാന്. മാസം ഓർത്തു നോക്കുക, 2024 ജനുവരി 1 കാരണം മ്യാൻമറിലും നേപ്പാളിലൊക്കെ ഭൂകമ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാസം ഓർത്തു നോക്കുക. 2024 ജനുവരി 1 റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യമാണ് ഇത്? ജപ്പാൻ. ഇനി 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു? കാസർഗോഡായിരുന്നു അല്ലേ? 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്? ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എവിടെയായിരുന്നു? കോന്നിയിലാണ് അല്ലെ? കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് എവിടെയാ? കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്. ഇനി 2024 ജനുവരി മാസത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഡേവിഡ് വാർണർ. 2024 ജനുവരി മാസത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ആര്? ഡേവിഡ് വാർണർ. ഇനി 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉത്സവം. ഉത്സവം. എന്തിനു വേണ്ടിയിട്ടാ? 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത്? ഉത്സവം. ഇനി തമിഴ് സിനിമാ നടൻ വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്? തമിഴക വെട്രി കഴകം. തമിഴ് സിനിമാ നടൻ വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്? തമിഴക വെട്രി കഴകം. ഇനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് രഘുറാം അയ്യർ കേട്ടോ. രഘുറാം അയ്യർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ CEO ആരാന്ന് വെച്ചാൽ രഘുറാം അയ്യറാണ്. രഘുറാം അയ്യർ. ഇനി 2024 ജനുവരിയിലെ ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാ? ഗൗതം അദാനി ആട്ടോ. ഗൗതം അദാനിയാണ്. മാസം ഓർത്തോക്കണേ. 2000 മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 2024 ജനുവരിയിൽ അവസാനമായിട്ട് വന്ന ജനുവരിയിലെ ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയതാര? ഗൗതം അദാനിയാണ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ L1 ഭൂമിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള
15 കിലോമീറ്റർ അല്ലെ 15 ലക്ഷം കിലോമീറ്റർ ആണ്. 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സാങ്കല്പിക ബിന്ദുവായ ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിച്ചേർന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ 2024 ജനുവരി 6-നാണ്. 2024 ജനുവരി 6-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായിട്ടുള്ള ആദിത്യ L1 ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സാങ്കല്പിക ബിന്ദുവായിട്ടുള്ള ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിച്ചേർന്ന ദിവസം ഏതാ 2024 ജനുവരി 6-നാണെന്ന കാര്യം ഓർത്തുവെക്കുക. ഇനി ലോക വ്യാപാര സംഘടനയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് സെന്തിൽ പാണ്ഡ്യൻ സെന്തിൽ പാണ്ഡ്യൻ. എവിടത്തേക്കുള്ളതാ? WTOയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡർ ആണ്. നിലവിൽ WTOയിൽ ഇന്ത്യയുടെ അംബാസഡർ ആരാന്ന് വെച്ചാൽ സെന്തിൽ പാണ്ഡ്യൻ ആണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആലപ്പുഴയിലാട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്ന സ്ഥലം ഏതാ? ആലപ്പുഴയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത് എവിടെയാ? ആലപ്പുഴയിലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് റഷ്യ. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഏത്? റഷ്യ. 2024 ജനുവരി മാസത്തിൽ ഹെങ്ക് കൊടുങ്കാറ്റ് ഏതാ? ഹെങ്ക് കൊടുങ്കാറ്റ് നാശം വിതച്ചത് ഏത് രാജ്യത്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് കിങ്ഡം UK-യിലാണ്. 2024 ജനുവരി മാസത്തിൽ ഹെങ്ക് എന്ന പേരിലുള്ള ഒരു കൊടുങ്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാ? UK ആണ്. ഇനി ഓൺലൈൻ ഗെയിമിനും ചൂതാട്ടത്തിനും എത്ര ശതമാനം GST ഈടാക്കുന്നതിനായിട്ടുള്ള നിയമ ഭേദഗതി ഓർഡിനൻസിലാണ് കേരള ഗവർണർ ഒപ്പുവെച്ചത്? എത്രയാ? 28%. 28% ഓൺലൈൻ ഗെയിമിനും ചൂതാട്ടത്തിനും എത്ര ശതമാനം GST ഈടാക്കുന്നതിനുള്ള ഭേദഗതിയിൽ ഗവർണർ ഒപ്പുവെച്ചത്? 28%. ഇനി ബഹിരാകാശത്ത് ഫ്യൂൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ഏജൻസിയാണ് ISRO അല്ലെങ്കിൽ ഇസ്രോ എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ഏജൻസിയാണ് ഇത് ISRO. ഇനി 2002 ശേഷം UK സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് നിലവിലെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ്. 2002 ശേഷം UK സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് ആര്? രാജ്നാഥ് സിംഗ്. ഇനി 2024 ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാ? അസർബൈജാൻ ആണ്. അസർബൈജാൻ. 2024 2023 COP28 എവിടെയായിരുന്നു? UAE-യിലായിരുന്നു അല്ലേ. ഇനി COP29 നടക്കാൻ പോകുന്നത് അസർബൈജാനിലാണ്. 41ാമത്തെ ചോദ്യം, കേരള സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോം ഏതാ? സീ സ്പേസ് ആണല്ലേ. സീ സ്പേസ്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏത്? സീ സ്പേസ് നിലവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ കേരള സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോം ആണ് ഇത് സീ സ്പേസ്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് സർക്കാർ ഉടമസ്ഥതയുള്ള OTT പ്ലാറ്റ്ഫോം കൂടിയാണ് ഇത് സീ സ്പേസ് എന്ന കാര്യം ഓർത്തു വെക്കുക. 2024 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് റയൽ മഡ്രിഡ്. 2024 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാ? റയൽ മഡ്രിഡ് ആണ്. ഇനി അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ താരമാണ് രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ താരമാണ് ആര്? രോഹിത് ശർമ്മ. ഇനി ഇന്ത്യയുടെ ഏത് അയൽരാജ്യമാണ് രാജ്യത്ത് തുടരുന്ന ഇന്ത്യൻ സൈനികരെ 2024 മാർച്ച് 15 തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ഏതാ? മാലിദ്വീപ് ആട്ടോ. മാലിദ്വീപാണ്. ഇന്ത്യയുടെ ഏത് അയൽരാജ്യമാണ് അവരുടെ രാജ്യത്ത് തുടരുന്ന ഇന്ത്യൻ സൈനികരെ 2024 മാർച്ച് 15 തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? മാലിദ്വീപ് ആയിരുന്നു. ഇനി 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയായ സംസ്ഥാനം എവിടെയാ? അരുണാചൽ പ്രദേശ്. ആദ്യമായിട്ടാണ് അരുണാചൽ പ്രദേശ് സന്തോഷ് ട്രോഫിക്ക് വേദിയാകുന്നത്. ഓർത്തു നോക്കുക, അതേത് വർഷം? 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു. അപ്പോൾ 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് വേദിയാകുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇനി 2024 ഏഷ്യൻ ട്രാക്ക് സൈക്ലിങ്ങിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ന്യൂഡൽഹി. 2024 ഏഷ്യൻ ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്ഥലം എവിടെയാ? ന്യൂഡൽഹിയാണ്. ഇനി 2024 ജനുവരിയിൽ ഏത് രാജ്യത്താണ് നൈട്രജൻ ഉപയോഗിച്ചിട്ടുള്ള വധശിക്ഷ
വധശിക്ഷക്ക് അനുമതി നൽകിയത് ഏത് രാജ്യ? അമേരിക്ക അല്ലെ. അമേരിക്കയിലെ അലബാമ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരുന്നു ഇതിന് അനുവാദം നൽകിയത് കേട്ടോ. അപ്പോൾ ഓർത്ത് നോക്കുക, 2024 ജനുവരിയിൽ ഏത് രാജ്യത്താണ് നൈട്രജൻ ഉപയോഗിച്ചുള്ള വധശിക്ഷക്ക് അനുമതി നൽകിയെന്ന് വെച്ചാൽ ഏത് രാജ്യത്താ? അമേരിക്കയിലാണ്. 2024 ജനുവരിയിൽ ISO അംഗീകാരം ലഭിച്ച കേരള പോലീസ് ബറ്റാലിയൻ ആണ് KAP5 കേട്ടോ. KAP5 ഇടുക്കി ബറ്റാലിയൻ. 2024 ജനുവരിയിൽ ISO അംഗീകാരം, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെ. ISO എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പോലീസ് ബറ്റാലിയൻ ആണ് ഇത് KAP, കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ ഇടുക്കി എന്ന് പറയുന്നത് 5 ആണ് അല്ലെ. ഇടുക്കിയുടെ KAP5 എന്നാണ് പറയുന്നത്. ഇനി 2024 ജനുവരി മാസത്തിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. 2024 ജനുവരി മാസത്തിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണിത് ഇക്വഡോർ. ഇനി 54ാമത് ലോക സാമ്പത്തിക ഫോറം വാർഷിക യോഗത്തിന് വേദിയായത് എവിടെയാ? ദാവോസ് അല്ലെ. ഇതെന്താ? സ്ഥിരം വേദിയാണ്, ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും പിന്നെ ലോക സാമ്പത്തിക ഫോറം നടക്കുന്നത് എവിടെയാ? സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 2024 MV ദേവൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമൻ 2024 MV ദേവൻ പുരസ്കാരത്തിന് അർഹനായതാരാ? കാനായി കുഞ്ഞിരാമനാണ്. 2024 ജനുവരി മാസത്തിലെ ചെസ് റാങ്കിങ്ങിലെ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് ആർ പ്രജ്ഞാനന്ദ. 2024 ജനുവരി മാസത്തിലെ ചെസ് റാങ്കിങ്ങില് ഇന്ത്യൻ താരങ്ങളിൽ ആരാ ഒന്നാമെന്ന് വെച്ചാൽ ആരാ? ആർ പ്രജ്ഞാനന്ദയാണ്. ഇനി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായ വ്യക്തിയാണ് S ശ്രീകല കേട്ടോ. S ശ്രീകല സംസ്ഥാനത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? S ശ്രീകല. ഇനി കേരളത്തിൽ എവിടെയാണ് IBMന്റെ AI ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. കേരളത്തിലെ IBMന്റെ AI ഹബ്ബ് ആരംഭിക്കുന്ന സ്ഥലമാണ് ഇത് കൊച്ചി എന്ന് പറയുന്നത്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 100 സിക്സറുകൾ നേടുന്ന ആദ്യത്തെ താരമാണ് മുഹമ്മദ് വസീം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 100 സിക്സറുകൾ നേടുന്ന ആദ്യത്തെ താരം ആരാ? മുഹമ്മദ് വസീമാണ്. 2024 പ്രൊഫസർ MK സാനു പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. ഏതാ അവാർഡ്? MK സാനു അവാർഡ് MT വാസുദേവന്. MK സാനു അവാർഡ് MT വാസുദേവൻ നായർക്ക്. അപ്പോൾ MT കേട്ടോ. MK സാനു പുരസ്കാരം MT വാസുദേവൻ നായർക്ക്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ചരിത്രത്തിൽ ഏറ്റവും ചൂട് കൂടിയ വർഷമാണ് ഇത് 2023 കേട്ടോ. 2024 ജനുവരിയിൽ പുറത്തുവിട്ട യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ചരിത്രത്തിൽ ഏറ്റവും ചൂട് കൂടിയ വർഷം ഏതാ? 2023 ആണ്. 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആര്? ലയണൽ മെസ്സി. 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച 2023 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പുരസ്കാരം നേടിയതാര? ലയണൽ മെസ്സിയാണ്. ഇനി 2024 ജനുവരി മാസത്തിൽ ഏത് രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ അമേരിക്കയിലാട്ടോ. 2024 ജനുവരി മാസത്തിൽ ഏത് രാജ്യത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തിയത്? എവിടെയാ? അമേരിക്കയിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താ? ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താ? ഗുജറാത്തിലാണ്. ഇനി വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ S ജയശങ്കറിൻ്റെതാണ്. വൈ ഭാരത് മാറ്റേഴ്സ് ആരുടെ പുസ്തകം? S ജയശങ്കറിൻ്റെതാണ്. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായിട്ട് അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചുവടെ തന്നിരിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായിട്ട് അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്ത് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, ഇറാൻ ഉണ്ട്. അപ്പോൾ ഈ 5 രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് പുതുതായിട്ട് ബ്രിക്സിൽ അംഗമായത്? ഏതൊക്കെ രാജ്യങ്ങളാ?
5 രാജ്യങ്ങളുമുണ്ട് കേട്ടോ. അതായത് ABCDE. അതായത് ഈജിപ്ത് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, ഇറാൻ ഉണ്ട്. ബ്രിക്സിലെ പുതിയ അംഗരാജ്യങ്ങൾ ഓർത്തു വെക്കുക: ഈജിപ്ത്, എത്യോപ്യ, സൗദി അറേബ്യ, UAE, ഇറാന്. ഇനി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ആര്? രൺധീർ ജയ്സ്വാൾ. ഇനി KSRTC ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും അതുപോലെ ഡിജിറ്റലായിട്ട് പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ചലോ ആപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ചലോ ആപ്പ് KSRTC ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനും അതുപോലെ ട്രാക്കിംഗ് സൗകര്യവും അതുപോലെ ഡിജിറ്റലായിട്ട് പണം നൽകാനും ടിക്കറ്റ് എടുക്കാനൊക്കെയുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഇത് ചലോ ആപ്പ് എന്ന് പറയുന്നത്. ഇനി 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ, നിലവിലെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഒക്കെ ചോദിച്ചാൽ ആരാ? അരവിന്ദ് പനഗിരിയാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാ? അരവിന്ദ് പനഗിരിയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് K-സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് K-സ്മാർട്ട് എന്ന് പറയുന്നത്. ഇനി DRDOയുടെ യൂണിറ്റായ ആർമാമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അടുത്തിടെ പുറത്തിറക്കിയ ആക്രമണ റൈഫിൾ ആണ് ഉഗ്രം എന്ന് പറയുന്നത്. ഏതാ? DRDOയുടെ യൂണിറ്റ് ആയിട്ടുള്ള ആർമാമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അടുത്തിടെ പുറത്തിറക്കിയ ആക്രമണ റൈഫിളാണ് ഇത് ഉഗ്രം എന്ന് പറയുന്നത്. ഇനി ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് ഗബ്രിയേൽ അത്താൽ. ആരാ? ഗബ്രിയേൽ അത്താൽ. ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായതാരാ? ഗബ്രിയേൽ അത്താലാണ്. ഇനി 2024 ജനുവരി മാസത്തിൽ 62ാമത് സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ലയാണ് കണ്ണൂർ ജില്ല. 2024 ജനുവരി മാസത്തിൽ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏതാ? കണ്ണൂർ ജില്ലയാണ്. എവിടെ വെച്ചായിരുന്നു നടന്നത്? കൊല്ലം ജില്ലയിൽ വെച്ചിട്ടാണ് 62ാമത് സ്കൂൾ കലോത്സവം നടന്നത്. ഇനി ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് കേട്ടോ. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഇത് ഓപ്പറേഷൻ അമൃത്. ഇനി 2024 ജനുവരി 1 ISRO വിജയകരമായിട്ട് വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ്. PSC 2-3 എക്സാമുകളിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡേറ്റ് അടക്കം തന്നിട്ട് 2024 പുതുവത്സരത്തിന് ISRO വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാ? എക്സ്പോസാറ്റ് ആണ്. ഇനി മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാ? കേരളമാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സ് നടന്നത് എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. നമ്മുടെ ആംബുലൻസ് അസിസ്റ്റന്റിനായിരുന്നു അല്ലെങ്കിൽ അതിനുശേഷം നടന്ന ഫാം വർക്കറിന്റെ എക്സാമിന് ഏതിലൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഓർത്ത് നോക്കുക, അത് കോയമ്പത്തൂർ വെച്ചായിരുന്നു നടന്നത് കേട്ടോ. ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് നടന്നത് കോയമ്പത്തൂർ വെച്ചായിരുന്നു. ഇതെന്താ പറയുന്നത്? ദേശീയ സീനിയർ അത്ലറ്റിക് എവിടെയാണ് നടന്നത്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് നമ്മൾ കേരളമാണ്. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനുമാണ് ഉത്സവം. നമ്മൾ പറഞ്ഞതാണ്. ഇനി K-സ്മാർട്ട് പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ്? K-സ്മാർട്ട് പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ്? എന്താ K-സ്മാർട്ടിന്റെ പൂർണ്ണ രൂപം? K-സ്മാർട്ട് എന്താ? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. K-സ്മാർട്ടിന്റെ പൂർണ്ണരൂപമാണ്. നോക്കി നോക്കുക, ചോദിച്ചാൽ എഴുതാം. 2021 സ്വാതി സംഗീത പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞനാണ്
PR കുമാര കേരളവർമ്മ 2021 സ്വാതി സംഗീത പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞനാണ് ആര്? PR കുമാര കേരളവർമ്മ. ഇനി ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാ? വിജയവാഡയിലാണ് അല്ലെ. വിജയവാഡ, ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ എവിടെയാ വന്നത്? വിജയവാഡ, എവിടെയാ? ആന്ധ്രാപ്രദേശിലാണ്. ഇനി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാ? ഷെയ്ഖ് ഹസീന അല്ലെ. ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ഷെയ്ഖ് ഹസീനയാണ്. ഇവരുടെ പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ അവാമി ലീഗ് കേട്ടോ. അവാമി ലീഗ് എന്ന് പറയുന്നതാണ് ഇവരുടെ പാർട്ടിയുടെ പേര്. ചോദിച്ചിട്ടുണ്ട് മുമ്പ് PSC. അപ്പോൾ ഓർത്ത് നോക്കുക, ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഷെയ്ഖ് ഹസീന. അവരുടെ പാർട്ടി അവാമി ലീഗ് ആണ്. ഇനി 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 മികച്ച സിനിമക്കുള്ള പുരസ്കാരം നേടിയത് ഏതാ? ഓപ്പൺ ഹൈമർ അല്ലെ. ഓപ്പൺ ഹൈമർ ആണ് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ 2024 മികച്ച സിനിമക്കുള്ള പുരസ്കാരം നേടിയത് ഏതാ? ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയാണ്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് PK വീരമണിദാസനാണ്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായതാരാ? PK വീരമണിദാസനാണ്. ഇനി ദൃഷ്ടി 10 സ്റ്റാർലൈനറിന്റെ പ്രാധാന്യം എന്താ? ഇന്ത്യയുടെ ആളില്ലാത്ത യുദ്ധവിമാനമാണ് ഇത്. ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്താ പ്രത്യേകത? ഇന്ത്യയുടെ ആളില്ലാത്ത യുദ്ധവിമാനമാണ് ഇത്. ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ഇനി കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വിമാനമാണ് C-130J സൂപ്പർ ഹെർക്കുലീസ്. C-130J സൂപ്പർ ഹെർക്കുലീസ്. കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വിമാനമാണേത്? C-130J സൂപ്പർ ഹെർക്കുലീസ്. ഇനി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡിന് അർഹനായത് ആരാന്ന് വെച്ചാൽ സന്തോഷ് കുമാർ ആട്ടോ. സന്തോഷ് കുമാറാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡിന് അർഹനായത് ആരാ? സന്തോഷ് കുമാർ ആണ്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാ? 2ാം സ്ഥാനം. നമ്മൾ 1ാം സ്ഥാനം അമേരിക്ക പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. 2ാമത് നമ്മുടെ ഇന്ത്യ ആണല്ലേ. അപ്പോൾ 1ാമത് ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാമത് അമേരിക്ക, 2 നമ്മുടെ ഇന്ത്യയുമാണ്. ഇനി 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാ? തമിഴ്നാട്ടിൽ അല്ലെ. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാ? തമിഴ്നാടാണ്. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാ? തമിഴ്നാടാണ്. 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായതാരാ? ഓടക്കുഴൽ വായിക്കുന്നത് കൃഷ്ണനാണ് അല്ലെ. അപ്പം PN ഗോപി കൃഷ്ണനാണ്. ഓടക്കുഴൽ അവാർഡ് 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായതാരാ? PN ഗോപി കൃഷ്ണനാണ്. ഇനി കേരളം സ്വന്തമായിട്ട് വികസിപ്പിച്ച AI പ്രൊസസ്സറാണ് ഇത്? കൈരളി എന്ന് പറയുന്നത് കേട്ടോ. കേരളം സ്വന്തമായിട്ട് വികസിപ്പിച്ച AI പ്രൊസസ്സറാണ് ഇത്. കൈരളി. കേരളം സ്വന്തമായിട്ട് വികസിപ്പിച്ച AI പ്രൊസസ്സർ ഏതാ? കൈരളി. ഇനി വർഷത്തിനിടെ ടെന്നീസ് ഗ്രാൻഡ് സ്ലാമിൽ ഒരു സീഡ് താരത്തെ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? സുമിത് നാഗൽ കേട്ടോ. സുമിത് നാഗൽ. അതായത് 35 വർഷത്തിന് ഇടെയാണ് കേട്ടോ. 1989 അവസാനമായിട്ട് ഒരു സീഡഡ് താരത്തെ ഒരു ഇന്ത്യൻ പ്ലെയർ പരാജയപ്പെടുന്നത്. അതിനുശേഷം അതായത് 35 വർഷത്തിന് ശേഷം 2024 ടെന്നീസ് ഗ്രാൻഡ് സ്ലാമിൽ ഒരു സീഡ് താരത്തെ പരാജയപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ട് ആര് മാറുന്നത്? സുമിത് നാഗൽ മാറുന്നത്. ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ജപ്പാൻ? എത്രാമത്തെയാ? 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് ചോദിച്ചാൽ എത്രയാ? 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. നമ്മൾ 4ാമത്തെ രാജ്യമാണ്. ഇനി സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസഡറായിട്ട് നിയമിതനായ വ്യക്തിയാണ് റാഫേൽ നദാൽ കേട്ടോ. റാഫേൽ നദാൽ. സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസഡറായിട്ട് നിയമിതനായ വ്യക്തി ആരാ? റാഫേൽ നദാലാണ്. ഇനി 71ാമത് ലോക സൗന്ദര്യ മത്സരത്തിന് വേദിയായ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. 71ാമത് ലോക സൗന്ദര്യ മത്സരത്തിന് വേദിയായത് എവിടെയാ? ഇന്ത്യയാണ്. ഇന്ത്യയിൽ എവിടെയാ? മുംബൈയിലുമാണ്. ഇനി ഒറ്റിക്കൊടുത്താലും എന്നെയും സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാ?
പ്രഭാവർമ്മയാട്ടോ. പ്രഭാവർമ്മ. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവാര പ്രഭാവർമ്മയാണ്. ഇനി ബോയിങ്ങിന്റെ US പുറത്തുള്ള ഏറ്റവും വലിയ സെന്റർ ആരംഭിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ബംഗളൂരുവിലാട്ടോ. ബംഗളൂരുവിലാണ് ബോയിങ്ങിന്റെ US പുറത്തുള്ള ഏറ്റവും വലിയ സെന്റർ ആരംഭിക്കുന്നത് എവിടെയാ? ബംഗളൂരുവിലാണ്. ഇനി 2024 ഫെബ്രുവരി മാസത്തിൽ ISRO തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് സെക്കൻഡ് കേട്ടോ. കാർട്ടോസാറ്റ് സെക്കൻഡ് 2024 ഫെബ്രുവരി മാസത്തിൽ ISRO തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് ഇത് കാർട്ടോസാറ്റ് 2 അല്ലെങ്കിൽ കാർട്ടോസാറ്റ് സെക്കൻഡ്. ഇനി ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഏത് രാജ്യത്തിനെതിരെയാന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിന് എതിരെയായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഏത് രാജ്യത്തിനെതിരെയാ? ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു. ഇനി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിതയാണ് ആര്? റിതു ബഹ്റി. റിതു ബഹ്റി. എന്താ പ്രത്യേകത? ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിതയാണ് ആര്? റിതു ബഹ്റി. ഇനി കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് ഏത്? അതിജീവനം. ഇനി ജപ്പാൻ വിക്ഷേപിക്കാനൊരുങ്ങുന്ന ലോകത്തിലെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് കേട്ടോ. ലിഗ്നോസാറ്റ്. ജപ്പാൻ വിക്ഷേപിക്കാനൊരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ഇത്? ലിഗ്നോസാറ്റ്. ഇനി ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയാണ് ശ്രീപതി. ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ശ്രീപതി. ഇനി 2024 ഭാരതരത്നം നേടിയവരാണ്: 1 കർപ്പൂരി ഠാക്കൂർ, 2 ലാൽ കൃഷ്ണ അദ്വാനി, 3 PV നരസിംഹറാവു, 4 ചൗധരി ചരൺ സിംഗ്, 5 MS സ്വാമിനാഥൻ. അപ്പൊ 2024 എത്ര പേർക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്? 5 പേർക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. അതിൽ 5 പേര് ആരൊക്കെയാന്ന് വെച്ചാൽ 1 കർപ്പൂരി ഠാക്കൂർ, 2 LK അദ്വാനി, 3 PV നരസിംഹറാവു, 4 ചൗധരി ചരൺ സിംഗ്, 5 MS സ്വാമിനാഥൻ. ഇവർക്കാണ് എന്ത് കിട്ടിയത്? 2024 ഭാരതരത്നം ലഭിച്ചത്. 101ാമത്തെ ചോദ്യം: തെലങ്കാന സംസ്ഥാനത്തിന്റെ പുതിയ ഇംഗ്ലീഷ് ചുരുക്കെഴുത്ത് എന്താ? TG ആണ് കേട്ടോ. TG ആണ്. അതായത് നമ്മൾ KL എന്നൊക്കെ പറയൂലേ, അതേപോലെ തെലങ്കാന സ്റ്റേറ്റിന്റെ പുതുതായിട്ട് അവർ കിട്ടിയതാണ് ഏത്? TG എന്നാണ്. തെലങ്കാന സ്റ്റേറ്റിൻ്റെത് TG. നമുക്ക് കേരളത്തിന്റെ KL എന്നൊക്കെ പറയുമ്പോൾ അവരുടെ എന്താ? TG ആണ്. 2024 അണ്ടർ-19 പെൺകുട്ടികളുടെ സാഫ് കപ്പ് ഫുട്ബോളിൽ ജേതാക്കള് ആരാ? സംയുക്തമായിരുന്നു. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായിട്ട് മാറിയത് 2024 അണ്ടർ-19 പെൺകുട്ടികളുടെ സാഫ് കപ്പ് ഫുട്ബോളിലാണ്. അതായത് ഈക്വലായ സമയത്ത്, അതായത് 90 മിനിറ്റ് ഈക്വലായി, എക്സ്ട്രാ ടൈം കൊടുത്തപ്പോൾ അതും ഈക്വലായി, ഷൂട്ട് ഔട്ട് നടത്തി അതും ഈക്വലായ സമയത്ത് കാണികളൊക്കെ പ്രശ്നമാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? 2 പേരെ എന്താക്കി? വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ 2024 അണ്ടർ-19 പെൺകുട്ടികളെ സാഫ് കപ്പ് കിരീടം നേടിയത് ആരാന്ന് ചോദിച്ചാൽ 2 രാജ്യങ്ങളെ പറയണം. ഒന്ന് നമ്മുടെ ഇന്ത്യ, മറ്റൊന്ന് ബംഗ്ലാദേശുമാണ്. ഇനി ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ചാണ് വർക്കല പാപനാശം ബീച്ച്. ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ചാണ് ഇത്? വർക്കല പാപനാശം ബീച്ച്. ഇനി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ ശ്രീലങ്കൻ താരമാണ് പാത്തും നിസാങ്ക. പാത്തും നിസാങ്ക. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ ശ്രീലങ്കൻ താരമാണ് ആര്? പാത്തും നിസാങ്ക. 2024 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച ഭാരതീയ നൃത്ത കലാലയം ഡയറക്ടറും പ്രശസ്ത നർത്തകിയുമായിരുന്ന വ്യക്തിയാണ് ഭവാനി ചെല്ലപ്പൻ. 2024 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച ഭാരതീയ നൃത്ത കലാലയം ഡയറക്ടറും പ്രശസ്ത നർത്തകിയുമായിരുന്ന വ്യക്തിയാണ് ആര്? ഭവാനി ചെല്ലപ്പൻ. ഇനി കാർഷിക വിളകൾക്ക് അടിസ്ഥാന താങ്ങുവില നിശ്ചയിക്കുക തുടങ്ങിയ വിവിധ ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷകർ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് ഏത് പേരിൽ അറിയപ്പെടുന്നത്?
ഡൽഹി ചലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാർഷിക വിളകൾക്ക് അടിസ്ഥാന താങ്ങുവില നിശ്ചയിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷകർ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡൽഹി ചലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി കോടതികളിൽ ഫയൽ ചെയ്യുന്ന റിട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ഫീസിൽ വർധനവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് ജസ്റ്റിസ് വി കെ മോഹനൻ. എന്താ? കോടതികളിൽ ഫയൽ ചെയ്യുന്ന റിട്ടുകളടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഫീസ് വർധനവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് ആര്? ജസ്റ്റിസ് വി കെ മോഹനൻ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് ലഡാക്ക് ഗുൽമർഗ് ആണ് കേട്ടോ. ലഡാക്കിലെ ഗുൽമർഗിലാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത്. എവിടെയാ? ലഡാക്കിലെ ഗുൽമർഗ് ആണ്. ഇനി അടുത്തത് 2024 ഫെബ്രുവരി മാസത്തിൽ ദയാവധം വരിച്ച മുൻ നെതർലാൻഡ് പ്രധാനമന്ത്രിയാണ് ഡ്രൈഡ് വാൻ ആക്ട്. 2024 ഫെബ്രുവരി മാസത്തിൽ ദയാവധം വരിച്ച മുൻ നെതർലാൻഡ് പ്രധാനമന്ത്രിയാണ് ആര്? ഡ്രൈഡ് വാൻ ആക്ട്. ഇനി അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്തിയതാരാന്ന് വെച്ചാൽ ഗ്ലെൻ മാക്സ്വെൽ ആട്ടോ. ഗ്ലെൻ മാക്സ്വെൽ ആണ്. അതായത് നേരത്തെ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പറഞ്ഞത്, അതായത് ജനുവരി മാസത്തിൽ എന്ത് ചെയ്തു? ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് രോഹിത് ശർമ്മയായിട്ട് മാറി. ഫെബ്രുവരി മാസം വന്നപ്പോൾ ആരെ എത്തി? ഗ്ലെൻ മാക്സ്വെലും കൂടി അവരുടെ കൂടെ എത്തി. അപ്പം നിലവിൽ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് രോഹിത് ശർമ്മയും അതുപോലെ ഗ്ലെൻ മാക്സ്വെലും. ഇവർ രണ്ടുപേരുമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത്. ഇനി 2024 ഫെബ്രുവരി 17 ISRO വിജയകരമായിട്ട് വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS കേട്ടോ. ഇൻസാറ്റ് 3DS ഇത് PSC ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 2024 ഫെബ്രുവരി 17 ISRO വിജയകരമായിട്ട് വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇത് ഇൻസാറ്റ് 3DS. 2024 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയ ബ്ലോക്ക് പഞ്ചായത്താണ് നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. 3 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ഏതൊക്കെയാ? നീലേശ്വരം, പെരുമ്പടപ്പ്, അതുപോലെ വൈക്കം കേട്ടോ. 2024 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഏതൊക്കെ? നീലേശ്വരവും പെരുമ്പടപ്പും വൈക്കവും. 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാ? ഗുൽസാറും രാം ഭദ്രാചാര്യയുമാണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാ? ഗുൽസാറും അതുപോലെ രാം ഭദ്രാചാര്യയുമാണ്. 2024 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ആരാ? യുണൈറ്റഡ് FC ആട്ടോ. കേരള യുണൈറ്റഡ് FC ആണ് 2024 പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ആരാ? കേരള യുണൈറ്റഡ് FC ആണ്. 2024 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയ മുനിസിപ്പാലിറ്റി ഏതാ? ഗുരുവായൂർ. 2024 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയ മുനിസിപ്പാലിറ്റി ഏതാ? ഗുരുവായൂരാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയുടെ മൊബൈൽ അധിഷ്ഠിത പണമിടപാട് സംവിധാനമായിട്ടുള്ള UPI അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനത്തിന് തുടക്കം കുറിച്ച രാജ്യങ്ങളാണ് ശ്രീലങ്കയും മൗറീഷ്യസും. എവിടെയൊക്കെയാ UPI സംവിധാനം ആരംഭിച്ചത്? ശ്രീലങ്കയിലും മൗറീഷ്യസിലുമാണ്. ഇനി 2024 ഫെബ്രുവരി മാസത്തിൽ ദുബായിൽ വെച്ച് നടന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടിയിൽ വിശിഷ്ട അതിഥികളായ രാജ്യങ്ങളാണ് ഇന്ത്യ, ഖത്തർ, തുർക്കി. എന്താ ക്വസ്റ്റ്യൻ? 2024 ഫെബ്രുവരി മാസത്തിൽ ദുബായിൽ വെച്ച് നടന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടിയിൽ വിശിഷ്ട അതിഥികളായ രാജ്യങ്ങളാണ് ഏതൊക്കെ? ഇന്ത്യയും ഖത്തറും തുർക്കിയും. ഇനി കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാ? IHRD കോളേജ് കൊട്ടാരക്കരയാട്ടോ. IHRD എഞ്ചിനീയറിംഗ് കോളേജ് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാ? IHRD എഞ്ചിനീയറിംഗ് കോളേജ് കൊട്ടാരക്കര. ഇനി മീഡിയ അക്കാദമിയുടെ ലോക പ്രസ് ഫോട്ടോഗ്രാഫി പുരസ്കാരത്തിന് അർഹനായതാരാ? സന ഇർഷാദ് ആട്ടോ. സന ഇർഷാദ് മീഡിയ അക്കാദമിയുടെ ലോക പ്രസ് ഫോട്ടോഗ്രാഫി പുരസ്കാരത്തിന് അർഹയായത് സന ഇർഷാദ് ആണ്.
2024 ഫെബ്രുവരിയിൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച 2023 അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 93-ാമതാട്ടോ. 93-ാമതാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച 2023 അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 93-ാമതാണ്. ഇനി 38 വർഷത്തെ സേവനത്തിന് ശേഷം 2024 ജനുവരി മാസത്തിൽ ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശ നിർമ്മിത കപ്പലാണ് INS നിരൂപക് കേട്ടോ. INS നിരൂപക് 38 വർഷത്തെ സേവനത്തിന് ശേഷം 2024 ജനുവരി മാസത്തിൽ ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശ നിർമ്മിത കപ്പലാണിത്, INS നിരൂപക്. ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരമാണ് ആര്? ജസ്പ്രീത് ബുംറ. 2024 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുടെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാട്ടോ. തമിഴ്നാടാണ്. 2024 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുടെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? തമിഴ്നാടാണ്. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ പാഡ് ഫ്രീ ക്യാമ്പസ് ഏതാന്ന് വെച്ചാൽ മാടായി കോളേജ് ആട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ പാഡ് ഫ്രീ ക്യാമ്പസ് ഏതാന്ന് വെച്ചാൽ ഏതാ? മാടായി കോളേജ് ആണ്. 2024 ഗ്രാമി അവാർഡ്സിൽ 3 പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനാണ് സക്കീർ ഹുസൈൻ. 2024 ഗ്രാമി അവാർഡ്സിൽ 3 പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനാണ് ആര്? സക്കീർ ഹുസൈൻ. ഇനി ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും ICC റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഇന്ത്യൻ ബൗളറാണ് ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും ബൗളിങ്ങിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് ആര്? ജസ്പ്രീത് ബുംറ. ഇനി 2024 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവിയാണ് NK ദേശം. 2024 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവിയാണ് ആര്? NK ദേശം. ഇനി ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് ആര്? LK അദ്വാനി. 50ാമത്തെ വ്യക്തി ആരാ? LK അദ്വാനിയാണ്. നമ്മൾ പറഞ്ഞു 2024 5 പേർക്കാണ് ഭാരതരത്ന ലഭിച്ചത്. അതിൽ 50ാമതായിട്ട് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ അത് LK അദ്വാനിക്കാണ്. ഇനി 2024 ഫെബ്രുവരിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏതാന്ന് വെച്ചാൽ ന്യൂഡൽഹി ആട്ടോ. 2024 ഫെബ്രുവരിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏതാ? ഡൽഹിയാണ്. ഇനി ആംസ്റ്റർഡാം ആസ്ഥാനമായിട്ടുള്ള ടെക്നോളജി എക്സ്പേർട്സ് ആയ ടോം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നാമതെത്തിയ നഗരം ഏതാ? ബംഗളൂരു ആട്ടോ. ഇന്ത്യയിൽ ബംഗളൂരുവിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളതെന്നാണ് പറയുന്നത്. ആംസ്റ്റർഡാം ആസ്ഥാനമായിട്ടുള്ള ടെക്നോളജി എക്സ്പേർട്സ് ആയ ടോം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ഏതാന്ന് വെച്ചാൽ ബംഗളൂരു ആണ്. ഇനി 2024 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്താണ് ഇത്? വലിയ പറമ്പ. ഏതാ? വലിയ പറമ്പ. ഇനി ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന ജങ് ഫ്രൗജോച്ച് ആദരത്തിന് അർഹനായ ഇന്ത്യൻ കായിക താരമാണ് നീരജ് ചോപ്ര ട്ടോ. നീരജ് ചോപ്ര ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന ജങ് ഫ്രൗജോച്ച് ആദരത്തിന് അർഹനായ ഇന്ത്യൻ കായിക താരമാണ് ആര്? നീരജ് ചോപ്ര. ഇന്ത്യയിൽ നിന്നും ഏതു രാജ്യത്തേക്കുള്ള രേഖകളില്ലാതെയുള്ള സ്വതന്ത്ര സഞ്ചാരമാണ് 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാ? മ്യാൻമറിലോട്ടുള്ള യാത്രയാട്ടോ. ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്തേക്കുള്ള രേഖകളില്ലാതെയുള്ള സ്വതന്ത്ര സഞ്ചാരമാണ് 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത് ഏതാ? മ്യാൻമറിലേക്കുള്ള സഞ്ചാരമാണ്. ഇനി 2024 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 2023 വാർഷിക റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 10 ഉൾപ്പെട്ട കേരളത്തിലെ പോലീസ് സ്റ്റേഷനാണ്
മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ 2024 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 2023 വാർഷിക റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ ലിസ്റ്റിലെ ആദ്യത്തെ 10 ഉൾപ്പെട്ട കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ ആണ്. ഇനി 2024 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ചിത്രകാരനാണ് എ രാമചന്ദ്രൻ. 2024 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ചിത്രകാരനാണ് ആര്? എ രാമചന്ദ്രൻ. ഇനി 2024 ഫെബ്രുവരിയിൽ നടന്ന 2023 ആഫ്രിക്കൻ നാഷൻസ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാ? ഐവറി കോസ്റ്റ് ആട്ടോ. ഐവറി കോസ്റ്റ് ആണ്. 2024 ഫെബ്രുവരിയിൽ നടന്ന 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാര? ഐവറി കോസ്റ്റ് ആണ്. 2024 ഫെബ്രുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച കേരള ക്രിക്കറ്റ് താരമാണ് രോഹൻ പ്രേം. 2024 ഫെബ്രുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച കേരള ക്രിക്കറ്റിന്റെ താരമാണ് ആര്? രോഹൻ പ്രേം. അപ്പം രോഹൻ പ്രേം താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? ക്രിക്കറ്റ് ആണ് അല്ലേ. ഇന്നലത്തെ എക്സാമിൽ, അതായത് ഖാദി ബോർഡ് LD എക്സാമിന് ചോദിച്ചു KC ലേഖ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതായിരുന്നു? ബോക്സിംഗുമായി ബന്ധപ്പെട്ടതായിരുന്നു ആര്? KC ലേഖ. അപ്പൊ അതുപോലെയൊക്കെ ചോദിക്കാം. രോഹൻ പ്രേം ക്രിക്കറ്റ് താരമാണ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിൽ ആദ്യമായിട്ട് വിൽപ്പന ആരംഭിച്ചത് എവിടെയാന്ന് വെച്ചാൽ എവിടെയാ? തൃശ്ശൂർ അല്ലെ. തൃശ്ശൂരിലാണ്. ഇലക്ഷൻ ഹണ്ടുമായി വന്ന സാധനമായിരുന്നു എന്ത്? ഭാരത് റൈസ് അല്ലെ. അതിന് ബദലായിക്കൊണ്ട് നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു? K റൈസും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇനി 139ാമത്തെ ചോദ്യം. പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം ആരാ? അഭിനവ് ബിന്ദ്രയാണ് അല്ലെ. അഭിനവ് ബിന്ദ്രയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം ആരായിരുന്നു? അഭിനവ് ബിന്ദ്രയാണ്. ഇനി 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരാ? റഫീഖ് അഹമ്മദ് ആട്ടോ. ഏതാ? 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായതാര? റഫീഖ് അഹമ്മദ് ആണ്. ഇനി മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം 2023 അർഹനായത് ആരാ? ജോൺ ബ്രിട്ടാസ് ആണല്ലേ. ജോൺ ബ്രിട്ടാസ്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം ഏതാ? ലോക്മത്ത് പുരസ്കാരം എന്തിനു കൊടുക്കുന്നതാ? മികച്ച നവാഗത പാർലമെന്റേറിയന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഇത്, ലോക്മത്ത് പുരസ്കാരം. അത് 2023 ആരാ നേടിയത്? ജോൺ ബ്രിട്ടാസ് ആണ്. ഇനി 2024 ഫെബ്രുവരിയിൽ നിയമസഭയിൽ ഏക സിവിൽ കോഡ് ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ്. 2024 ഫെബ്രുവരി മാസത്തിലാണെന്ന് കാര്യം ഓർത്തു നോക്കുക. 2024 ഫെബ്രുവരിയിൽ നിയമസഭയിൽ ഏക സിവിൽ കോഡ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്, ഉത്തരാഖണ്ഡ്. 2024 ഫെബ്രുവരിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയ രാജ്യം ഏതാ? മ്യാൻമർ ആണ്. 2024 ഫെബ്രുവരിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയ രാജ്യം ഏതാ? മ്യാൻമർ ആണ്. ഇനി പൊതുപരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് 10 വർഷം വരെ തടവും ശിക്ഷയും 1 കോടി രൂപ വരെ പിഴ ലഭിക്കുന്നതുമായ തരത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ 2024 ഫെബ്രുവരി 9 എന്താ? പൊതുപരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് 10 വർഷം വരെ തടവ് ശിക്ഷയും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കുന്ന തരത്തിലുള്ള ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ 2024 ഫെബ്രുവരി 9 ഇനി 2024 ഫെബ്രുവരി മാസത്തിൽ സ്വകാര്യ കമ്പനിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നാസ വിക്ഷേപിച്ച ദൗത്യമാണ് നോവാസി ട്ടോ. നോവാസി എന്താ? സ്വകാര്യ കമ്പനിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നാസ വിക്ഷേപിച്ച ചാന്ദ്രദൗത്യം അല്ലെ. ചാന്ദ്രദൗത്യമാണ് ഇത്, നോവാസി. ഇനി 2024 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് കോർപ്പറേഷൻ? തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. അപ്പൊ മികച്ച സ്വരാജ് ട്രോഫി നേടിയ 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയ മികച്ച കോർപ്പറേഷൻ ഏതാന്ന് വെച്ചാൽ ഏതാ? തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ
പ്രസിഡന്റ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് നവാഫ് സലാം കേട്ടോ. നവാഫ് സലാം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? നവാഫ് സലാം. UAE ആരംഭിച്ച ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനമാണ് ജയ്വാൻ. ഏതാ? ജയ്വാൻ. എന്തുകൊണ്ടാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയാണ് നിർമ്മിച്ചു കൊടുത്തത് ഏത്? ഈ ജയ്വാൻ എന്ന് പറയുന്ന സംവിധാനം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതായത് UAE ആരംഭിച്ച ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനത്തിന്റെ പേരാണ് ജയ്വാൻ എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചു കൊടുത്തത് ആരാ? നമ്മുടെ ഇന്ത്യയാണ്. 2019 ശേഷം പുരുഷ വിഭാഗം ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യത്തെ 100 ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സുമിത് നാഗൽ. 2019 ശേഷം പുരുഷ വിഭാഗം ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യത്തെ 100 ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ താരം കൂടിയാണ് ആര്? സുമിത് നാഗൽ. ഇനി പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹത്തിന്റെ സൂചനകൾ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അതുൽ മോഹൻ. ഡോക്ടർ അതുൽ മോഹൻ. പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹത്തിന്റെ സൂചനകൾ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ മലയാളി ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ അതുൽ മോഹൻ. ഇനി ഡിമെൻഷ്യ, അൽഷിമേഴ്സ് രോഗം ബാധിച്ച വയോജനങ്ങൾക്കായിട്ട് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ഓർമ്മത്തോണി. ഓർമ്മത്തോണി ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? ഡിമെൻഷ്യ, അൽഷിമേഴ്സ് രോഗം ബാധിച്ച വയോജനങ്ങൾക്കായിട്ട് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ഓർമ്മത്തോണി. ഇനി ക്യാൻസറിന് കാരണമാകുന്ന റോഡമിൻ എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് 2024 ഫെബ്രുവരി മുതൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത് തമിഴ്നാട് കേട്ടോ. ക്യാൻസറിന് കാരണമാകുന്ന റോഡമിൻ എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് 2024 ഫെബ്രുവരി മുതൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത് തമിഴ്നാട്. ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൗളറാണ് രവിചന്ദ്ര അശ്വിന്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൗളറാണ് ആര്? രവിചന്ദ്ര അശ്വിന്. ഒന്നാമത് ആരാ? അനിൽ കുംബ്ലെ കേട്ടോ. അനിൽ കുംബ്ലെയാണ് ഒന്നാമത്. രണ്ടാമത് രവിചന്ദ്ര അശ്വിനാണ്. ഇനി 2023 ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയ രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 2023 ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയ രണ്ടാമത്തെ രാജ്യമാണ് ഇത് ഇന്ത്യ. ഇനി വിപണി മൂല്യം 20 ലക്ഷം കോടി പിന്നിടുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് ഇത് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഏതാ? റിലയൻസ് ഇൻഡസ്ട്രീസ്. വിപണി മൂല്യം 20 ലക്ഷം കോടി പിന്നിടുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് ഇത് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇനി ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദുബായിലാട്ടോ. ദുബായിലാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാ? ദുബായിലാണ്. സമുദ്ര അന്തരീക്ഷ പഠനങ്ങൾക്കായിട്ട് 2024 ഫെബ്രുവരി മാസത്തിൽ നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് പേസ് എന്ന് പറയുന്നത്. പേസ് കേട്ടോ. സമുദ്ര അന്തരീക്ഷ പഠനങ്ങൾക്കായിട്ട് 2024 ഫെബ്രുവരി മാസത്തിൽ നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് പേസ് എന്ന് പറയുന്നത്. PSC ചോദിച്ചത് ക്വസ്റ്റ്യനും ആൻസറും തന്നു. എന്ത്? സമുദ്ര അന്തരീക്ഷ പഠനങ്ങൾക്കായിട്ട് 2024 നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് പേസ് എന്ന് പറയുന്നത്. ഈ പേസിന്റെ എക്സ്പാൻഷൻ എന്താന്ന് ചോദിച്ചു. എന്താ പേസിന്റെ എക്സ്പാൻഷൻ? ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പ്ലാങ്ക്ടൺ. P എന്ന് പറയുന്നത് പ്ലാങ്ക്ടൺ ആണ്. A എയറോസോൾ, C ക്ലൗഡ്, E എന്ന് പറയുന്നത് ഓഷ്യൻ ഇക്കോസിസ്റ്റം. ഈ ഓഷ്യൻ ഇക്കോസിസ്റ്റം പേസ്. P പ്ലാങ്ക്ടൺ, പിന്നെ A എന്ന് പറയുന്നത് എയറോസോള്, C എന്ന് പറയുന്നത് ക്ലൗഡ്, E എന്ന് പറയുന്നത് ഓഷ്യൻ ഇക്കോസിസ്റ്റം. ഇതെന്താ? നാസയുടെ ഭൂമിയെ നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു ഉപഗ്രഹ ദൗത്യമാണ് ഇത് ഈ പേസ് എന്ന് പറയുന്നത്. അപ്പം സമുദ്ര അന്തരീക്ഷ പഠനങ്ങൾക്കായിട്ട് 2024 ഫെബ്രുവരി മാസത്തിൽ നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ഇത് പേസ് എന്ന് പറയുന്നത്. ഇനി ആസാമിന്റെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചത് കാജി നേമോ ആട്ടോ. എന്താ? കാജി നേമോ. ആസാമിന്റെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ച സാധനമാണ് ഇത് കാജി നേമോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി ആരംഭിക്കുന്നത് എവിടെയാ? ഹൈദരാബാദിലാട്ടോ. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി ആരംഭിക്കുന്നത് എവിടെയാ? ഹൈദരാബാദിലാണ്.
ഇനി ഭരണനിർവഹണ രംഗത്ത് ഡിജിറ്റൽ പരിവർത്തനം കൊണ്ടുവരുന്നതിന് പരസ്പരം സഹായിക്കാനായിട്ട് 2024 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് കൊളംബിയ. ഭരണനിർവഹണ രംഗത്ത് ഡിജിറ്റൽ പരിവർത്തനം കൊണ്ടുവരുന്നതിന് പരസ്പരം സഹകരിക്കുന്നതിനുമായിട്ട് 2024 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണേത്? കൊളംബിയ. അപ്പം ഇത്രയാണ് ഏകദേശം 320 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.